തേക്കിൻകാടും ഫ്ലവേഴ്സും ചേർന്നൊരുക്കുന്നു ആരവം നിറയ്ക്കുന്ന തേക്കിൻകാട് കാർണിവൽ 2021 നവംബർ 2 ദുബായ് എറ്റിസലാറ്റ് അക്കാദമിയിൽ. നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഒരുപാട് സ്നേഹത്തോടെ നമ്മുടെ കാര്യക്കാരെ വിളിക്കാം. ലെറ്റ്സ് വെൽക്കം പ്രസാദ് ഏട്ടാ, ബിജുകുട്ടൻ ചേട്ടാ, നസീർക്ക. സ്വാഗതം സ്വാഗതം. മണിയുടെ നിവാസികളെ, ചേച്ചിമാരെ, അമ്മമാരെ, കുട്ടികളെ, തുടങ്ങാം. നമുക്ക് കിറ്റിറക്കട്ടെ. റെഡി? ഫ്ലവേഴ്സ് കോമഡി ഐറ്റം മേലെ ടീം മാസ് ഒരു സ്കിറ്റുമായിട്ട് വന്നിപ്പോണ്ട്. വിളിക്കാം. മനോജ് വലജുഴി, അജേഷ് റാണി, സുമി അടി. ഞാൻ എന്തേലും പറഞ്ഞിട്ട് വേണം അല്ലെ വന്നങ്ങ് പറയുവാന്നങ്ങ് പറയും. ഒന്നും ഞാൻ പറയത്തില്ല. ഇങ്ങനെ പോട്ടങ്ങ്. നിങ്ങൾ വിചാരിക്കും ഇവിടെ വെള്ളം ഇല്ലാത്തോണ്ട് ഞാൻ കണ്ണീര് കൊണ്ട് തോർത്ത് കഴുകുക. നല്ല ഞാൻ കരയുവാ. ഞാൻ സത്യമായിട്ട് ഞാൻ കരയുവാത്. സങ്കടം കൊണ്ട്, വേദന കൊണ്ട് കരയുക. അത് കണ്ണി കൈ കൊണ്ട എനിക്കിത് വേണം. ഓ എന്ന് വെച്ചാ വന്നിരിക്കുന്നത് മൻസൂർ അലി ഖാൻ. അയ്യോ, ഫിഗർ ഷോ കാണിക്കാൻ വന്നതല്ല, നിന്റെ ഈ ഷോ കണ്ടോണ്ട് നിന്നതാ ഇവിടെ. എന്ത് പാടി ഇത്? നേരം വെളുത്തപ്പോ തുടങ്ങിയതാണല്ലോ ഈ മുഖം കറപ്പിച്ചോണ്ട് ഇരിക്കാനുള്ള പരിപാടി. എന്ത് പാടി? അപ്പൊ ഇന്നലത്തെയോ? ഇന്നലെ വൈകുന്നേരം മുതലോ? എന്റെ നിയമം എന്തൊരു കഷ്ടമാന്ന് പറ. എന്ത് വല്ലോണ്ട് വാതർന്ന് പറയേണ്ടത് എന്തോ കാര്യമെന്ന് പറ. ഇങ്ങനെ കാണിച്ച കാര്യം നടക്കൂടി. എടി, പരിഹാരം ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ നീ അതിന്റെ കാരണം പറ. നീ വിഷമിച്ചിരിക്കുന്നതിന്റെ കാരണം പറ. എടി, കൈകെട്ടി നിൽക്കാത്ത കാര്യം പറയാൻ വേണ്ടി പറഞ്ഞത്. എടി, എന്തോ അത് കാര്യം പറയാനെ കൊണ്ട്. എന്റെ നിയമം ഇവിടെ കവിളിനകത്ത് ഹൈഡ്രൈനായിരുന്നു. ഇവിടെ കൊണ്ട് അങ്ങ് പറഞ്ഞങ്ങ് പോയേനും അങ്ങ്. എന്ത് പാടി നിന്റെ വിഷമം പറയാനെ കൊണ്ട്? ശ്വാസം പിടിച്ചു വെച്ചേക്കുന്നതായിരുന്നു എന്റെ വിഷമം. അല്ല പിന്നെന്ത് വന്നു? ഇത്ര നേരം എന്നോട് ചോദിച്ചില്ലയോ? ആ ചോദിച്ചു. അതുകൊണ്ട് ഞാൻ തല ഊരി പിടിച്ച് വിടല്ലേ പൊന്നെ. കാര്യം പറഞ്ഞു. എന്തിന് ഇങ്ങോട്ട് വന്നിരുന്നേ? ഇത് വന്ന് കാര്യം പറ. ഞാൻ ഇന്നലെ തൊഴിലുറപ്പിന് പോയിട്ട് നേരത്തെ വന്നില്ലയോ? ഇന്നലെ ഉച്ച കഴിഞ്ഞ് അങ്ങോട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് എന്തോ ഒരു വയ്യാഴിക ഉണ്ടായിരുന്നേ. അപ്പൊ ഞാനാണെങ്കിൽ രാജിയോട് പറഞ്ഞു, രാജി ഞാൻ നേരത്തെ അങ്ങോട്ട് വീട്ടിൽ പോവാ, അഥവാ ഫോട്ടോ എടുക്കുവാണെങ്കിൽ നീ ഇങ്ങനെ ഒന്ന് നിന്നേക്കണം. ഞാനാന്ന് അവരങ്ങ് എഡിറ്റ് കയറ്റാനൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെ വന്നെണ്ണ. അത് കഴിഞ്ഞായിരുന്നു അവരുടെ ചായയും കടിയൊക്കെ വന്നത്. ചായയും കടിയും കിട്ടിയില്ല, അതിന്റെ വിഷമോ? അതല്ല, പിന്നെന്ത് പാടി? ഞാനിങ്ങ വന്നല്ലോ. അന്നേരം ജലജ ഉണ്ടല്ലോ, രാജിയോട് പറയുവാന്നേ ഞാന് മിനി വഴക്കാളിയാന്ന്. അത്രയുള്ളൂ? എന്ത് വന്നത് അങ്ങനെ അങ്ങ് പറഞ്ഞത്? ഞാൻ വഴക്കാളിയാന്നോണ്ടോ? നീ ഇത്രയുള്ളോ? നീ ഇത് ചുമ്മാ പറയുന്നതല്ലേടി? അത് ആണ്ടോടാ എടി, അത് ചുമ്മാ പറയുന്ന. നീ എന്തിനാണ് കാര്യമാക്കുന്നത്? ആണോ ചോദിക്കണം? ഞാനോ? ആരോട് ചോദിക്കാൻ? രാജിയോട്. ഞാൻ പോയി ചോദിക്കാനോ? എന്നിട്ട് വേണം ഞാൻ വഴക്കാളിയാണെന്ന് അവള് പറഞ്ഞു കിടക്കാൻ. ഞാൻ പോയി ചോദിക്കത്തില്ല. എനിക്ക് വയ്യ, ഞാൻ പോയി ചോദിക്കത്തില്ല. പിന്നെ ഞാൻ വഴക്കാളിയാന്ന് പറഞ്ഞുണ്ടാക്കാനെ കൊണ്ട്. വഴക്കാളിയാന്ന് ഞാൻ പറഞ്ഞോ? ഇല്ല, എനിക്ക് അങ്ങ് തളരുവാന്ന്. ഇങ്ങോട്ട് നോക്കിയേ. നീ വഴക്കാളി അല്ല എന്നുള്ള കാര്യം എനിക്കറിയാം. അതെനിക്കറിയാമെന്നുള്ള കാര്യം നിനക്കറിയാം. നിനക്കത് അറിയാമെന്നുള്ള കാര്യം നമുക്കെല്ലാം അറിയാം. നീ വഴക്കാളി അല്ലെന്നാ പറഞ്ഞത്. വെറുതെ ചോദിക്കേണ്ട കാര്യമില്ല. എന്തിനാ? അത് വിട്. ഒരു ക്ഷീണമൊക്കെ മുഖമൊക്കെ ഒന്ന് വൃത്തിയാക്ക്. കണ്ടോ? അപ്പൊ ഞാൻ വൃത്തിയില്ലാത്തല്ലേ പറഞ്ഞത്? അങ്ങനെ തന്നെ പറഞ്ഞത്. അങ്ങനല്ല പറഞ്ഞത്. എടി, കഞ്ഞിക്കലം തിളച്ച് കഞ്ഞിവെള്ളം ഉണങ്ങിയിരിക്കുന്ന പോലെ നിന്റെ കവിളിൽ കണ്ണുനീര് പറ്റിയിരിക്കും. അതൊന്ന് തുടച്ച് വൃത്തിയാക്കാനല്ല പറഞ്ഞത്. പറയാതെ
കരിക്കണമല്ല. പിന്നെ? നമ്മുടെ ഇവിടെ ലക്ഷ്മി ദേവിയുടെ ഫോട്ടോ ഇരിക്കത്തില്ലേ, അതിനകത്ത് താഴെ ഒരു പൊൻകുടം ഇരിക്കുന്നില്ലേ, ആ പൊൻകുട വാങ്ങി. അപ്പൊ ഞാൻ കഴുത്ത് നീണ്ടത്. അപ്പൊ ഞാൻ കഴുത്ത് നീണ്ടത്. അല്ല മോളെ, നീ അതുപോലെ തിളക്കും. ഒരു കഷ്ടമെന്ന് പറഞ്ഞാ. അയ്യ, എനിക്ക് വയ്യ. അവിടെ വായന കേൾക്കുന്നത്, ഇവിടെ വായന കേൾക്കുന്നത്, ഞാൻ കേൾക്കണം. എനിക്ക് സഹിക്കാനുള്ള ശക്തി ഇല്ല എനിക്ക്. എടി അതൊക്കെ വിടന്ന്, എന്തൊരു കഷ്ടമാന്ന് പറ. എന്താ ചെയ്യണം പറഞ്ഞാ? എന്താ ചെയ്യണം? ഒന്നും ചെയ്യണ്ട, നീ മിണ്ടത് അനങ്ങാതോടെ തിരിക്കാമോ? അപ്പൊ ഞാൻ കുഴിമടിച്ച് അയ്യോ, അണ്ണന് പണിസ്ഥലത്ത് പോയി പറയണം, അണ്ണന്റെ ഭാര്യ കുഴിമടിച്ച് അണ്ണൻ ഒന്നും ചെയ്തു തരത്തില്ലെന്നല്ലയോ? നേരം വെളുത്ത് അതായിരുന്നു. അതെന്റെ ഫോണാ. രാജി എന്റെ ഫോൺ എടുത്ത്. ഈ ഞങ്ങൾ ഇവിടെ എന്തോ തമാശയും പറഞ്ഞോണ്ട് ചുമ്മാ ഇവിടെ ഇരിക്കുവായിരുന്നില്ലേ? എന്തായിരുന്നില്ലേ? ഏതാ? അയ്യോ, അതെല്ലാം ഫില്ല് ചെയ്ത് വെച്ചിരിക്കുന്ന വെണ്ണയെ കൊണ്ടുപോയി കൊടുത്തില്ല. അവർ കാര്യം ചെയ്യാം, അണ്ണൻ റോഡിലോട്ട് പോകാനിരിക്കുക, ഞാൻ അണ്ണന്റെ കൊടുത്തുവിടാം ബാങ്കിലോട്ട്. ആ ശരി 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 അണ്ണാ. ആണ്ടേ, എന്റെ ഒരു ബോൾ ഇപ്പൊ വീണു. ഇപ്പൊ ഇന്നത്തെ കളഞ്ഞു. അതല്ലെന്ന് ബാങ്കിൽ കൊടുക്കാവുള്ള ഒരു പേപ്പർ, കുടുംബശ്രീ 50,000 രൂപ കിട്ടുന്നില്ലയോ, അതിന്റെ പേപ്പർ ഒന്ന് കൊണ്ടുപോയി കൊടുക്കാവോ? ഞാൻ കൊണ്ട് കൊടുത്തോ? ഞാനല്ലേ സെക്രട്ടറി ഒപ്പിട്ട് കൊണ്ട് വെച്ചേക്കുന്നത്, എടുത്ത തരട്ടെ? കൊടുക്കണേ. നിങ്ങളുടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കിട്ടത്തില്ല, അത് തിങ്കളാഴ്ച മാത്രമേ ഉള്ളൂ. അത് ഇതുപോലൊരു പിഞ്ചു സ്വഭാവമാ ഇവളുമാരെല്ലാം കൂടെ അവിടെ ഇരുന്ന് എന്തൊക്കെയാ പറയുന്നത് നിങ്ങൾക്ക് അറിയാലോ. ഞാൻ കേട്ടിട്ടുണ്ട്. അണ്ണോ എന്തുവാടി അണ്ണ ഈ പാസ ഒന്ന് തുറന്ന. നിങ്ങൾ ഇന്നലെ വൈകിട്ട് കുഞ്ഞിന്റെ സ്കോളർഷിപ്പിന്റെ എന്താണ്ട് എടുത്തില്ലായിരുന്നോ? എടി, അതിന്റെ തലക്കെ പിടിച്ച ആ അടപ്പ് നല്ലോണം ഒന്ന് പ്രസ് ചെയ്തിട്ടൊന്ന് തുറന്നാ മതി. എന്തോ ഇത് ചെയ്യാൻ അറിയത്തില്ലെങ്കിൽ എന്തോ എടുക്കാൻ പോയത്. അയ്യോ, ഇതെല്ലാം കൂടി ഫോമിനകത്ത് കമന്നെങ്കിലേ ആണ്ടേ കുഴപ്പമില്ല. നീയേ അതാ ഫോമിന്റെ മണ്ട വടിച്ച് കളഞ്ഞിട്ടേ ആ കാറ്റത്തെങ്ങാണം വെച്ച് ഉണക്ക്. അത് ഉണങ്ങുമ്പോ കാണത്തില്ല, കുഴപ്പമില്ല. ഓ ചെയ്യാനാന്ന് പറ. 3 ബോളൂടെ കിട്ടിയാൽ 10,000 ആവും. 4ാമത്തെ ബോൾ ഇവിടെ കിടക്കുന്നു. 4ാമത്തെ ബോൾ ഇവിടെ കിടക്കുന്നു. 4ാമത്തെ പോകുന്നുണ്ട്. ഇത് കഴിഞ്ഞ ഉടനെ പോകും ഞാൻ. ഇത് കഴിഞ്ഞ ഉടനെ പോവാം. കളിച്ചോണ്ടിരിക്കുവാ. ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ വഴക്കളി എന്നോട്. ഇല്ല, എന്റെ പൊന്നുമ്പോളോ, ഞാൻ പോകാം. കൊടുത്തോളാം. എടാ സുരേഷ്, എടാ നീ ഇങ്ങോട്ട് വരാം. ഞാൻ എനിക്ക് ബാങ്കിലൊന്ന് പോകാനാ. സഹകരണ ബാങ്ക്. എന്തൊക്കെ പറഞ്ഞാലും ഇച്ചിരി നമ്മളിച്ചിരി ഒന്ന് താന്നു കൊടുത്താൽ മതി, കുഴപ്പമില്ല. സുപ്രിയൻ ഒരു പ്രിയവും ഇല്ലാത്തവനാ നാട്ടുകാർക്ക്. സുപ്രിയൻ ഇന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും പോയില്ലോ നീ? ഇല്ല, ഞാൻ ഇവിടെ ഇല്ലായിരുന്നു. ഞാൻ ബാംഗ്ലൂരിലല്ലായിരുന്നു. ബാംഗ്ലൂരിലോ? ബാംഗ്ലൂരിലായിരുന്നു. അവിടെ എന്തായിരുന്നു പരിപാടി? ഞങ്ങളുടെ അമ്മാവന്റെ മോളെ കൊണ്ടുവിടാൻ പോയായിരുന്നു. അമ്മാവന്റെ മോളെ കൊണ്ടുവിടാൻ പോയത് സംഭവമൊക്കെ ഞാൻ അറിയുന്നുണ്ട്. എന്ത്? അമ്മാവന്റെ മോളെ വിളിക്കാൻ നീ പോകും, ഇവിടെ കൊണ്ടുവരും, തിരിച്ചു വിടാൻ ഇവിടുന്ന് കൂടെ അവിടെ കൂടെ അങ്ങോട്ട് പോകും. എന്തിനാടാ ഇങ്ങനെ വെച്ചോണ്ടിരിക്കുന്നത്? കഴുത്തിലൊരു താലി കെട്ടി വീട്ടിൽ കൊണ്ട് നിർത്തരുതോ? കെട്ടിക്കഴിഞ്ഞാൽ അവളെന്നെ കൊണ്ടുപോകത്തില്ലടാ. ഇതാകുമ്പോ അങ്ങോട്ട് കൊണ്ടുവിടാം, തിരിച്ചു വരാം, അങ്ങോട്ട് കൊണ്ടുവിടാം, തിരിച്ചു വരാം. ബാംഗ്ലൂരിൽ പോയി കറങ്ങാമല്ലോ. ശരിയാ. എടാ ഇച്ചിരി വെള്ളം തോടാ. വെള്ളമോ? വെള്ളം. പിന്നെ വെള്ളം നിന്റെ വീട്ടിൽ വെള്ളം ഇല്ലാഞ്ഞിട്ടാണ് നീ ഇവിടെ വന്ന് എന്റെ വീട്ടിൽ വെള്ളം കുടിക്കുന്നത്? ഞങ്ങളുടെ വീട്ടിലെ കിണറ്റിൽ നിന്ന് വെള്ളം കോരാൻ പറ്റത്തില്ല. എന്തുവാ? ഒരുമാതിരി മൂക്കിനകത്ത് പൂട കളിച്ചിരിക്കുന്ന പോലെ കിണറ്റിനകത്ത് മൊത്തം കാട് കളിച്ചിരിക്കുക. നീ ഒന്ന് വരണേ, ക്ലീൻ ചെയ്യാൻ പറഞ്ഞേ. നിന്റെ മൂക്കോ? അതല്ലേ കിണർന്ന് ക്ലീൻ ചെയ്യാൻ പറഞ്ഞേ. വേണ്ട, ആ വകുപ്പൊന്നും ഇല്ല. നീ പണിക്ക് വന്നാലേ നീ പൈസ തരത്തില്ല, എനിക്കറിയാം. ഇനി എന്തിയാടാ? മീനെ അകത്തുണ്ട്. പോയില്ലയോ? എടി, ഞാൻ സുരേഷിന്റെ ഓട്ടോ വിളിച്ച് അവൻ വരും, അവനെ നോക്കിക്കോ. എന്താ നീ പനിയാന്നോ? എന്ത്? അല്ല, മുഖമൊക്കെ വീർത്തിരിക്കുന്നു. ഓ, നമുക്ക് പനിയൊന്നുമല്ല, പണിയാന്നേ. നീ അടുക്കളപ്പോ സഹായിക്കടാ. ഞങ്ങളുടെ അമ്മയെ ഞാൻ സഹായിക്കുന്ന പോലെ തിന്ന്. എടാ 2 പേർക്കും അത് കൊള്ളാം. എടാ 2 പേർക്ക് ചെയ്യാനുള്ള പണിയൊന്നും ഇല്ല. നാഴിയാരി ഇടണം, എന്തോ ചമ്മന്തി ഉണ്ടാക്കണം. ഞങ്ങൾ 2 പേരിലുള്ള വീട്ടിലെ പണി നമുക്ക് പെണ്ണുങ്ങൾക്ക് അങ്ങ് പറഞ്ഞങ്ങ് വെച്ചേക്കുമല്ലേ, അത് നമ്മളങ്ങ് ചെയ്തോളൂ. ഇതല്ല പിന്നെ നാട്ടുകാരുടെ ഓരോ പണി. എന്താ മനസ്സിലായില്ല? ജലജയില്ലേ? ജലജ എന്ന് പറയുമ്പോ ആരാത്? അയ്യോ, ഈ അണ്ണ ഈ നാട്ടുകാരനല്ലാത്ത പോലെ ചില സമയത്ത് ഈ അണ്ണനെ. ജലജ ആരാ? ജലജ സുദർശനന്റെ ഭാര്യ. ഓ, കൃതാവിന്റെ ഇടയ്ക്ക് ചെവി കയറ്റി വെച്ചോക്കണ്ടേ? അവന്റെ ഭാര്യ ജലജ തന്നോ? ജലജ ഉണ്ടല്ലോ, ഷാജിയില്ലേ ഉണ്ണ, സോമന്റെ ഭാര്യ. അവളോട് പറയുവാന്നേ ഞാൻ വഴക്കാളിയാ. മനസ്സിലായില്ലോ, ഒന്നും പറയാമോ? എന്തോ മനസ്സിലാവാത്ത? അല്ല, ഞാൻ 4 ദിവസം ഈ ബാംഗ്ലൂരിലായിരുന്നല്ലോ. ചെവിക്കകത്ത് കന്നഡയാ. കന്നഡ കൊത്തണോ? അല്ല, കന്നഡ കൊത്തട്ടെ. മലയാളത്തിൽ പറഞ്ഞാൽ എന്ത് പറഞ്ഞു? എനിക്ക് മനസ്സിലായി. അങ്ങോട്ട് കത്തിയില്ല. കത്തും നിനക്ക്. പരിപാടി ഉണ്ടാക്കുന്നു. ജലജയില്ലേ? ജലജ രാജോട് പറയുന്നത് ഞാൻ പോയി ചോദിക്കടാ. എന്തിന്? കൊച്ചിനെ അങ്ങനെ പറഞ്ഞെന്ന്
നിനക്ക് തലയ്ക്കോളം വല്ല ഉണ്ടോടാ? എന്താടാ എടാ അവളുമാര് പണിസ്ഥലത്ത് ഇരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കുശുമ്പും കുണ്ടായ്മ പറയുന്ന കൂട്ടത്തിൽ ഈ ചുമ്മാതെ പറഞ്ഞതാ. ചുമ്മാതെ പറഞ്ഞതാ. എന്നെ എത്ര നാളായി കാണാൻ തുടങ്ങിയിട്ട്? 12 വർഷം കൊണ്ട് നിന്നെ കാണാൻ തുടങ്ങി ഈ കൊച്ചിനെ. ഒന്നല്ല പോട്ടെ, നീ ഞാനും കൂടെ ഈ കൊച്ചിനെ പെണ്ണ് കാണാൻ പോയത്. അതുകൊണ്ട് ഇവൻ പറഞ്ഞു ഈ കൊച്ചിനെ വേണ്ടാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ നല്ല കൊച്ചാന്ന് പറഞ്ഞു ഞാനിവിടെ കെട്ടിച്ചത്. എന്തോ കുഴപ്പം, ഈ കൊച്ചു വരക്കാളിയെന്ന് പറഞ്ഞോളാ. എടാ നിനക്ക് ഇത് ഡെങ്കിക്കൊതു അത് മിണ്ടായിട്ട് എന്താ ചോദിക്കാനൊക്കെ? നീ നിങ്ങൾ അവിടെ പോയി ചോദിച്ചു. എടാ ഞാൻ ഇന്ന് പോയി ചോദിച്ചു കഴിഞ്ഞാലേ നാളെ ഇവളുമാര് പണിസ്ഥലത്ത് ചെല്ലുമ്പോ തോളെ കൈയിട്ടോണ്ട് നിൽക്കുന്ന കാണാം. സ്വന്തം ഭാര്യയാന്ന് ഓർത്തണം വല്ലൊരു വരക്കാളിന്ന് വിളിച്ചത്. എടാ നിനക്കെന്ത് വേടാ? വേണ്ട 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 വേണ്ടെന്ന് നോക്കാൻ പറ്റത്തില്ല. നീ പോയി ചോദിക്കും. എന്നെ കൊണ്ടൊന്നും പറ്റില്ല. എടാ നിനക്കെന്ത് വേടാ? അതൊക്കെ നിസ്സാര കാര്യത്തിന് ഞാൻ ആണുങ്ങൾ കയറുന്നു നാണക്കെടാ. നീ കെട്ടിയാനോ? പോയി ചോദിക്കടാ അങ്ങോട്ട്. സുപ്രിയോ എന്താടാ മടങ്ങിടാ പോടാ. എന്താടാ വെള്ളം വേണം എടുത്ത് കുടിച്ചിട്ട് പോടാ വീട്ടിൽ കാണാം. പോയി ചോദിക്കണം അങ്ങോട്ട്. നിനക്ക് അത്ര ബുദ്ധിമുട്ടാണ് നീ പോയി ചോദിക്കടാ. എന്റെ കെട്ടികളാന്നോ ഇത് പോയി ചോദിക്കാനൊക്കെ? അതിന്റെ കട്ടിയോളൂ നിന്റെ പെങ്ങളില്ലേ പോയി ചോദിച്ചു. എന്റെ പെങ്ങളാന്ന് പറഞ്ഞാൽ അങ്ങോട്ട് ഇന്ന് അവള് ചോദിക്കും. നിന്റെ പെങ്ങളാടാ അവളായും ചോദിക്കും. അങ്ങോട്ട് പോയി ചോദിക്കും. ചുമ്മാ ഇവിടെ ചിലക്കാതെ പോടാ. 6 നഖം 12 നഖത്തിന്റെ പോയി ചോദിക്കണം. ഞാനങ്ങ് ക്ഷമിച്ചു. എന്റെ വൃത്തിയായിട്ടടി കാണാൻ രസമുണ്ടെങ്കിൽ പോലും വേണ്ടുമില്ല. രണ്ടും കൂടെ നിന്നോണ്ട് എന്റെ പൊന്നച്ചോ ഞാൻ അങ്ങ് ക്ഷമിച്ചു. ഇവരാണ് നമ്മുടെ കുടുംബകാര്യത്തിൽ ഇവനാണ് പെണ്ണ് കാണാൻ എന്റെ കൂടെ വന്നത് എന്താ പറയാ എന്നും പറഞ്ഞ ഇവൻ തുള്ളുന്ന താളത്തിന് ഞാൻ തുള്ളോടി നടക്കത്തില്ല. ഞാനതൊക്കെ വേണ്ടാന്ന് വെച്ചില്ലേ ഞാന്. എനിക്കല്ലേലും 6 ഗുഡ് സർട്ടിഫിക്കറ്റ് ആവശ്യമില്ല. എന്റെ വേണ്ടാന്ന് വെച്ച കാര്യം നീ ഇവൻ വന്നപ്പോ പിന്നെ എടുത്തിട്ട് എന്തിനടി? ഞാൻ എന്റെ തെറ്റങ്ങ് എന്നെ ക്ഷമിച്ചേരങ്ങ്. പിന്നല്ലാതെ പോന്നില്ല അണ്ണ. എന്തുവാണ് വണ്ടി വരട്ടെ അണ്ണ ഒന്ന് കൊണ്ടുപോകണം. അണ്ണന്റെ ബൈക്കിലൊന്നും കൊണ്ടു ഇങ്ങനെ അവനെ ഇനി എന്നെ കയറ്റുവോ? എന്റെ മാതും വാങ്ങിച്ച് നിൽക്കുന്നു എന്നെ ബൈക്കേ കയറ്റു. ബാങ്കിലോട്ട് ഒന്ന് കൊണ്ടുപോയിട്ട് വേണം. എന്തൊരു ബാങ്കി പോന്നെ? കുടുംബശ്രീ 50,000 രൂപ ലോണിന്റെ ആ ഫോം ഇവിടെ ഫില്ല് ചെയ്ത് വെച്ച് അതൊന്നും കൊണ്ടുകൊടുക്കാൻ ഒന്ന് കൊണ്ടുപോയിട്ട് അവൻ കൊണ്ടുപോകുന്നില്ല. നിനക്കെന്താ ലോൺ കിട്ടുമ്പോ 500 രൂപ ഞങ്ങൾ എടുക്കും. എടുത്തോ. ഫോം താ. ഫോം താടി. ഫോം വലിയ നേരത്തെ അങ്ങോട്ട് കൊണ്ട് തന്നത് എന്റെ തന്നില്ല. അതെങ്ങനെ നിങ്ങൾക്ക് ബോധമുണ്ടോ? പിന്നെ രാവിലെ ആവുമ്പോഴത്തേക്ക് അങ്ങ് തോണ്ടക്കം ഞാൻ തോണ്ടിയാൽ എന്താ ഇവിടുത്തെ കാര്യങ്ങൾ നടക്കുന്നില്ല. ചുമ്മാ പോയി ഫോം എടുക്കാം. ഫോം എടുക്കി എടുത്തിട്ട് പാടാ നിന്റെ തന്നെങ്കിൽ. എടാ ഫോം ഇവൾ എന്റെ തന്നില്ല. ഇവളകത്ത് പശ തേക്കുന്ന എന്നോട് പറഞ്ഞു. ഇവൾ എന്നിട്ട് അവിടെ കണ്ട് കൊണ്ടുവച്ച എന്റെ തന്നില്ല. മലയാളത്തിലല്ലേ പറയുന്നത്? ഞാൻ കുറെ നേരം വേണ്ട നോക്കുന്നത് നിങ്ങൾ രണ്ടുപേരും സമാധാനിക്കും. ഇവിടെ കഴിഞ്ഞ ദിവസം ഒരു 500 രൂപ കണ്ടില്ലെന്നും പറഞ്ഞ് ബഹളം നോക്കിയപ്പോ ഇവിടെ മുടിയിലിരിക്കുന്ന സ്ലൈഡിൽ മാറി എടുത്തു വെച്ചേക്കോ. നിങ്ങൾ ഇവിടെ നിന്നോണ്ട് ബോൾ കളിച്ച സമയത്ത് ഞാൻ ഇവിടെ 50 ആ ഫോം ഇവിടെ കൊണ്ടുവന്ന് വെച്ചോ. നിങ്ങളുടെ അമ്മ 500 രൂപ എനിക്ക് തരാനുണ്ട്. അത് ആദ്യം പോയി മേടിച്ചോളിച്ചാ. ശരിയാ. എനിക്ക് രാവിലെ ഇച്ചിരി കേൾക്കാത്ത എന്റെ ദൈവമേ അവള് പറഞ്ഞ വാക്കിൽ എനിക്ക് ഇച്ചിരി വിഷമം വന്നു പോയി. പക്ഷെ ഞാൻ എന്തുവാ ചെയ്യുന്നതെന്നും ഞാൻ എന്തുവാ പറയുന്നതെന്നും ഉള്ള വ്യക്തമായ ബോധം എനിക്കുണ്ട്. അത് നിങ്ങൾ എന്നെ പഠിപ്പിക്കണ്ട കേട്ടോ. മുഖത്തിട്ട് പറപ്പിക്കില്ലേ? അവിടുന്ന് കൊണ്ടുവന്ന് ഇവിടെ കൊടുത്തോ? നിങ്ങൾ അന്നേരം ഉണ്ടായിരുന്നോ ഇവിടെ? നിങ്ങൾ അന്നേരം ഇവിടെ ഉണ്ടായിരുന്നോ? ഞാൻ ഇങ്ങോട്ട് വന്ന് എന്റെ മൂട്ടി കയറ്റി വെച്ചോട്ട് പോയെന്ന് പറയാനൊക്കെ കണ്ടവരെ പിടിക്കാൻ സ്വഭാവം എനിക്കില്ല കേട്ടോ. എന്നെ അങ്ങനെ അമ്മേന്റെ അമ്മയും അച്ഛനും എന്നെ പഠിപ്പിച്ചിട്ടില്ല. ഭയങ്കര വിശേഷമായിരുന്നു. ഞങ്ങൾ ഗോതമ്പുണ്ടാക്കണോ ഇതിന്റെ ഇടയ്ക്ക്? മിനി കൊടുത്തോ? ഇവിടെ കൊണ്ടുവച്ചോ? നിങ്ങൾക്ക് ചായ വേണോന്ന് പറഞ്ഞു. ഞാൻ ഫോമും കൊണ്ടുവന്ന് ഇച്ചിരി പശ എന്റെ കയ്യിൽ നിന്ന് അങ്ങ് വീണ് പോയി. നമ്മൾ മനുഷ്യരില്ല, നമുക്ക് തെറ്റ് പറ്റത്തില്ല. ഇവിടെ കൊണ്ടുവച്ചായിരുന്നു. പിന്നെ കൊണ്ടുവച്ച നിങ്ങൾ നിനക്ക് 50,000 രൂപ അടിച്ചു വരാനുള്ള പരിപാടിക്കാരോ? ഞാൻ അങ്ങനെ ചെയ്യുമോടാ? അയച്ചടാ മുണ്ടടിടാ. ഒന്നാമത് ആ രാജിനോട് പറഞ്ഞെന്തോന്നറിയാം. ഞാൻ വഴക്കാളിയാന്ന്. ഞാൻ സമ്മതിച്ചു കൊടുക്കണം. ഞാൻ വഴക്കാളിയാന്ന ഞാൻ ഇങ്ങനെയല്ലേ പറയുന്നത് ഓരോ കാര്യങ്ങൾ. കറണ്ട് കിട്ടിയാ ഇവിടെ വായിക്കാത്ത കൊടുത്തു കൊടുക്കാൻ എല്ലാരും പറയുന്നത് ശരിയാ കേട്ടോ.
ഇനി മിണ്ടാരി ഇനി മിണ്ടാരി ഇനി മിണ്ടാരിക്കാവുന്നു ഇവന് നാളെന്ന് വരും 15ാമത്തെ വയസ്സ് വരെ എന്നോടെ കുളത്തിൽ വന്ന് ഉടുതുടിയില്ലാതെ ചാടിയോനാ അന്ന് തോട്ടായിട്ടാ പോലെ മീൻ ചത്തത് ഇവനിപ്പോ നാളെ കൊണ്ട് പൊറിച്ചു ദൈവത്തോർത്ത് 50,000 രൂപ കിട്ടുമ്പോ ഒരു ചട്ടി വാങ്ങിച്ചു കൊടുക്കണേ ഓട്ടയത്തി നോക്കടി നിങ്ങൾ അവിടെ ലാഘവം ഇല്ലാതെ ഇവിടെ ഇരുന്നപ്പോഴേ എനിക്ക് മനസ്സിലായി നിങ്ങൾ എന്തോ ഒരു ഉടായ്പായിട്ട് ഇവിടെ ഇരിക്കുവാന്ന്. ഞാൻ എന്തോ ചെയ്യും? ഞാൻ അവള് മറവായി കയറി ഇറങ്ങണ്ടെന്ന് ഞാനില്ലോ അതിലെല്ലാത്തിനും തൊണ്ടയ്ക്ക് ദുഃഖം എനിക്ക് മാത്രമുള്ളതാണ്. ഞാൻ മിതമായിട്ട് ഞാൻ സംസാരിക്കത്തുള്ളൂ. ഞാൻ ആവശ്യമില്ലാതെ ഞാൻ ആരോട് ഞാൻ സംസാരിക്കത്തില്ല കേട്ടോ. ആവശ്യമില്ലാതെ ഞാൻ ഒറ്റ മനുഷ്യരോട് ഇച്ചു പോകുന്ന ഞാനൊരു വർത്താനം പറയത്തില്ല. അറിയാവോ ആ സൈറ്റ് എന്നെ പോലെ ഡീസന്റ് ആയിട്ട് പെരുമാറുന്ന ഒറ്റ ഇന്നും തുടങ്ങിയല്ലടാ അല്ലാതെ കഴിച്ചിട്ട് പിറ്റേന്ന് പോലെ ഞാൻ അനുഭവിക്കുന്നത്. നിങ്ങൾ രണ്ടുപേരും ശാന്തമായിട്ടിരിക്കും. വഴക്കം വല്ല ഉണ്ടാക്കുക രണ്ടുപേരും അവിടെ ഉണ്ടാക്കിക്കോ. എനിക്ക് വയ്യ വെട്ടും കുത്തും കൂട്ടുമ്പോൾ സമാധാനം പറയാൻ വേണ്ടി ഞാൻ വാശിയടാ. ഞാൻ രാവിലെ അവളോട് ചോദിക്കത്തില്ലെന്ന് പറഞ്ഞില്ലേ? അതിന്റെ വാശി ജനതയോട് ചോദിക്കത്തില്ലെന്ന് പറഞ്ഞില്ലേ? അതിന്റെ വാശി എന്നെ മനഃപൂർവ്വം കളർ കേസ് വെക്കുന്ന രീതിയിലല്ലേ എന്നെ വടക്കളിയാക്കുന്ന പറഞ്ഞത്. ആകരുത് പെണ്ണുങ്ങളെ. ഈ പെണ്ണുങ്ങൾ ഇങ്ങനെ ആകരുത്. എന്റെ അമ്മയെ നോക്ക് അമ്മ കുമ്പുറുക്കുമ്പോന്ന് ഒരു ശബ്ദം ഉണ്ടാക്കത്തില്ല. അമ്മ മിണ്ടത്തില്ല. ഞങ്ങളുടെ അച്ഛൻ്റെ മുന്നിൽ ഒരു വാക്ക് ഞങ്ങളുടെ അമ്മ മിണ്ടത്തില്ല. എന്റെ പൊന്നെണ്ണ ഇതിനാണ് തീരുമാനം ഉണ്ടാക്കുന്നെങ്കിൽ ഉണ്ടാക്ക്. എനിക്ക് അല്ലെങ്കിൽ ഞാൻ പോവാ. പിന്നെ കണ്ടവന്റെ മൂട് നോക്കായിരിക്കുമല്ലോ ഞാനിവിടെ. സൂപ്രണ്ട് കൊണ്ടുവന്ന് ഫോം ഇങ്ങോട്ട് എന്തോടാ എന്തോ ഇവിടെ നോക്കിയാൽ 50,000 രൂപയുടെ ഫോം എടുത്ത് ഒട്ടിച്ചു വെച്ചേക്കുന്നു. എവിടാന്നോ തേണ്ടിരിക്കുന്നു. വലിച്ചൂരി എടുക്കണ്ട. എടുക്കട്ടെ. എന്നെ മൂടിച്ചൊരു ഫോമിൽ ഇരിക്കട്ടെ. ശരി എടുക്കടാ. എടാ നിന്നോട് പലതവണ പറഞ്ഞിട്ടുണ്ട് ആവശ്യമില്ലാത്തടത്ത് കൊണ്ട് അസ്ഥാനം വെക്കരുത് കേട്ടോ. നല്ല കുമ്പുരു സ്കിറ്റായിരുന്നു. നല്ല കൈയടി നസീർക്ക. കലക്കി സുമിയെ എന്നതാ സുമി ഇത്? എന്ത് പറയണമെന്നറിയില്ല. നിങ്ങളെ സത്യം പറഞ്ഞാൽ ഇപ്പം പറഞ്ഞ് ഇനി എന്ത് പറയണമെന്നറിയാതെ ഒരു അവസ്ഥയാണ് സത്യം പറഞ്ഞ ഞങ്ങൾക്ക്. അത്ര മനോഹരമായിട്ടാണ് നിങ്ങൾ ഓരോ സ്കിറ്റുകൾ ഇവിടെ കൊണ്ട് അവതരിപ്പിക്കുന്നത്. ഇതിൻ്റെ അകത്ത് ചില സ്കിറ്റുകളിൽ എന്താ കുറേ പൊട്ടിത്തെറിച്ചുള്ള കാര്യങ്ങളുണ്ട്. ചിലത് മൊത്തം ആക്ഷനിൽ പോകും, ചില നോട്ടത്തിൽ പോകും. നിങ്ങൾ ഒരു സ്കിറ്റിൻ്റെ അകത്ത് എന്തൊക്കെ മാനരസങ്ങൾ ഉൾപ്പെടുത്താമെന്ന് മനസ്സിലാക്കിയാണ് ഇവിടെ ചെയ്യുന്നത്. ഇപ്പോൾ ഇത് കണ്ടാൽ നമുക്ക് മനസ്സിലാകും ഒരു 60% സാധനങ്ങളും ഇവിടെ നിന്ന് വീണ സാധനങ്ങളാണ്, റിഹേഴ്സൽ കൂടാതെ. ഇങ്ങനെയുള്ള സ്ത്രീകൾ എവിടെയെങ്കിലും ഉണ്ടോ? നിസ്സാര കാര്യങ്ങൾക്ക് ഇങ്ങനെ കയറി പിടിച്ച് ഈ തലയ്ക്ക് സൗകര്യം കൊടുക്കാതെ ഭർത്താവിനെ ഇട്ട് ഉപദ്രവിക്കുന്ന കാണുമായിരിക്കും അല്ലേ? സുമി തന്നെ അതിന് എക്സാമ്പിളാണ്. അതും സൈലൻ്റ് ആയിട്ടുള്ള സാധനങ്ങളാണിത്. അത് നിങ്ങളുടെ ഒരു ടീമിന് മാത്രമേ ഇത്രയും സൈലൻ്റ് ആയിട്ട് ഓഡിയൻസിനെ ചിരിപ്പിക്കാൻ പറ്റുള്ളൂ കേട്ടോ. അതൊരു പ്രത്യേക കഴിവ് തന്നെയാണ്. പിന്നെ നിങ്ങൾ ഭയങ്കരമായിട്ട് അങ്ങ് സിങ്കായി കിടക്കുക. ജനങ്ങളുടെ മനസ്സിൽ ഞങ്ങളുടെയൊക്കെ മനസ്സിൽ ഇതിവിടെ മൊത്തം നിങ്ങൾ വരുമ്പോൾ എന്തെങ്കിലും ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷ ഇതുവരെയും നിങ്ങളത് കളഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ആ പ്രതീക്ഷ നിലനിർത്തിയാണ് നിങ്ങൾ പോകുന്നത്. അത്ര മനോഹരമായിട്ടാണ്. സംഭവം ചോദിച്ചാൽ സിമ്പിളാണ്. ഒരു വീട്ടിൽ നടക്കാവുന്ന സാധാരണ ഒരു സംഭവം ഭാര്യയും ഭർത്താവും തമ്മിലുള്ള അത് തന്നെ നിങ്ങൾ രണ്ടുപേരും എത്ര നേരം കൊണ്ടുപോയെന്നറിയോ? മനോജ് വരുന്നതിന് മുമ്പ് വരെയും ആ കൊണ്ടുപോയ മിനിറ്റുകളെല്ലാം ചിരി തന്നെയായിരുന്നു. അത് സുമിയാണ് അവിടെ സ്കോർ ചെയ്തത്. നിഷ്കളങ്കനായ ഭാര്യയുടെ ഭാഗത്തു നിന്നൊന്നും ഉണ്ടാകരുത് എന്ന് വിചാരിച്ച് ആ സ്നേഹം കാണിക്കുന്ന ഭർത്താവിൻ്റെ ഒരു മാനസികാവസ്ഥയാണ് അജേഷ് ഇവിടെ ഇരുന്ന് കാണിച്ചത്. ഗംഭീരമാണ് കേട്ടോ. ഇനി ബാക്കി ഇവർ പറഞ്ഞോളും. ഗംഭീരം. അടിപൊളി. താങ്ക് യു ബിജുകോട്ട ചേട്ടാ. മനോജ്, അജേഷ്, സുമി നല്ല സ്കിറ്റായിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു സ്കിറ്റിന്. ഈ പറഞ്ഞ പോലെ എനിക്ക് തോന്നണത് ഒരു 75% ഈ സ്കിറ്റിൽ സുമിയുടെ ഒരു കൈകടത്തലായിരുന്നാണ് തോന്നണത്. 3 പേരും കൂടിയുള്ളൊരു ഗ്രാഫ് ഉയർന്നത് എനിക്ക് തോന്നുന്നത് ഒരു 75% കഴിഞ്ഞത് പിന്നെയാണ്. അത് പറയുകയാണെങ്കിൽ സുമിയുടെ തന്നെ ഇങ്ങനെ ഒരു കുറേ സാധനങ്ങൾ മൈന്യൂട്ടായുള്ള കുറേ നോട്ടങ്ങളും ഈ സങ്കടങ്ങൾ വരലും സീക്രട്ടായിട്ട് മാത്രം കാണുന്ന ചില ആളുകളുണ്ട്. അവരെ നന്നായിട്ട് ഒബ്സർവ് ചെയ്തിട്ട് കറക്റ്റായിട്ട് തന്നെ നമ്മുടെ സുമി അത് പെർഫോം ചെയ്തു. എല്ലാത്തിലും നല്ല ചിരി ഉണ്ടായിരുന്നു. പിന്നെ അപ്പോൾ നിങ്ങൾ 3 പേരും കൂടി വന്ന് നിന്നിട്ട് ഒരു കളിയുണ്ടല്ലോ, ഒരു 75% കഴിഞ്ഞപ്പോഴാണ് ഈ നമ്മുടെ മനോജും കൂടി വന്നത്. ഈ മനോജും കൂടി വരുമ്പോഴുള്ളൊരു ഉഗ്രനൊരു കളിയുണ്ടല്ലോ, അത് ഈ പറഞ്ഞു വിട്ട് ആദ്യം തുടങ്ങിയാണ് ഈ അവസാനം വരെ 1 നിന്ന് 100 വരെ എത്തിക്കണ ആ സംഭവത്തിൽ 3 പേരും കൂടി ഇൻക്ലൂഡ് ആണെങ്കിൽ അത് ഭയങ്കര മെഗാ ഹിറ്റായി പോയേനെ. ഇത് സ്കിറ്റ് മോശമൊന്നുമല്ല കേട്ടോ ഞാൻ പറയണത്. അപ്പോൾ അങ്ങനെയുള്ളത് നിങ്ങൾ കളിച്ച് വരാറുള്ളത്. പിന്നെ അജേഷിൻ്റെ കാര്യം പറഞ്ഞാൽ അജേഷ് തമാശകൾ ഒരുപാട് അജേഷിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായില്ലെങ്കിലും
ആ ഒരു ക്യാരക്ടർ, അതായത് ഒരു നിവൃത്തിയില്ലാഞ്ഞിട്ട് നമ്മൾ റേസ് ആവൂലേ, അതിൻ്റെ എനിക്ക് തോന്നുന്നു അജേഷിൻ്റെ സൗണ്ടേ അല്ലായിരുന്നു. പക്ഷെ തമാശകൾ എനിക്ക് നോക്കുമ്പോൾ എനിക്ക് തോന്നണത് നിങ്ങൾ രണ്ടുപേരും തമാശകൾ ഈ സ്കിറ്റിൽ കുറവായിരുന്നു. അപ്പോൾ ഈ സാധനം കുറേ മെയിൻറ്റെയിൻ ചെയ്ത് ഒരിക്കലും സുമിക്കത് കൊണ്ടുപോകാനും പറ്റില്ല. കാരണം അവസാനം വരെ ആകുമ്പോൾ ഒരു ആവർത്തന വിരസത വരുമല്ലോ. എനിക്ക് തോന്നുന്നു ഈ ഷെഡ്യൂളിലെ 2 സ്കിറ്റുകൾ വെച്ച് നോക്കുമ്പോൾ അതിൻ്റെ അത്രയും ഒരു പെർഫോമിങ് ഈ 3 പേരും കൂടാത്തതിൻ്റെ ഒരു പ്രശ്നമായിരിക്കാം എനിക്ക് പേഴ്സണലായിട്ട് തോന്നിയതാണ് കേട്ടോ. പക്ഷേ സ്കിറ്റുകൾ നന്നായിരുന്നു. ഈ പറഞ്ഞിട്ട് ക്ലൈമാക്സിന് ഒരു ബലം ഉണ്ടാവാതിരുന്നതിൻ്റെ ഒരു കാര്യം നമ്മളിങ്ങനെ കണ്ടിരുന്നിരുന്ന് പോയി ചെറിയ ഒരു നുറുങ്ങ് സാധനത്തിന് വലിച്ചു നീട്ടി കളിയുടെ പ്രഭാവത്തിലാണ് അത് ഹൈ റേഞ്ചിലെത്തിയത്. 3 പേരും കൂടി ഇൻക്ലൂഡ് ആയി തമാശകൾ ചെയ്യാത്തത് കൊണ്ട് എനിക്ക് പേഴ്സണലായിട്ട് ആ 2 സ്കിറ്റാണ് എനിക്ക് ഇതിലും നല്ല സ്കിറ്റായിരുന്നു, അതിലും മോശമാണെന്നല്ല പറയുന്നത്. അത് വെച്ച് നോക്കുമ്പോൾ ഇതൊരു ചെറിയ ശകലം പൊടിക്ക് താഴെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ചെറിയ മനുട്ടുള്ള സാധനങ്ങളും നിങ്ങളോട് പറയണമല്ലോ എന്ന് കരുതി പറഞ്ഞെന്നുള്ളൂ കേട്ടോ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഒന്നും പറയാനില്ല അതിനകത്ത്. തകർത്തു കേട്ടോ. അവസാനത്തെ ഒരു 5 മിനിറ്റ് ഞങ്ങളെല്ലാവരും മതിമറന്ന് ചിരിച്ചു. പിടിവിട്ട ചിരിയായിരുന്നു. പക്ഷേ തുടക്കത്തിൽ ഈ പറഞ്ഞ പോലെ ഇങ്ങനെ സ്ലോയിലി പോയപ്പോൾ ഇത് ഒന്നിലോട്ടും ഇത് ട്വിസ്റ്റ് ആവണില്ലല്ലോ, കഥ ഇങ്ങനെ പോയിട്ട് ഒരു അനങ്ങുന്നില്ലല്ലോ എന്ന് പറയും. സാധാരണ നമ്മൾ ഇത്തരം പ്രോഗ്രാം കഴിയുമ്പോൾ, സ്കിറ്റ് കഴിയുമ്പോൾ ഇവിടെ ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് എല്ലാവരും പറയാറുള്ളത്, നസീർ പറയാറുണ്ട്, ഞാൻ പറയാറുണ്ട്, ബിജുക്കുട്ടൻ പറയാറുള്ളതാണ്, കൗണ്ടറുകൾ കുറഞ്ഞു പോയി എന്ന് പറയും. കൗണ്ടറുകൾ ഉണ്ടെങ്കിലേ കോമഡി വിജയിക്കുകയുള്ളൂ എന്നുള്ള ഒരു ധാരണയെ തിരുത്തി കുറിച്ചിരിക്കുകയാണ് നിങ്ങൾ. ഇതിനകത്ത് കൗണ്ടറുകൾ കുറവാണ്. ഇതുപോലത്തെ ഒരു ഭാര്യയെ കിട്ടിയ ഭർത്താവിൻ്റെ അവസ്ഥ എന്തായിരിക്കും എന്ന് ഞാൻ ആലോചിച്ചിട്ട് എനിക്ക് ഭയങ്കര വിഷമം തോന്നി. എങ്ങേരുടെ അജേഷിൻ്റെ ആ ഒരു നിസ്സഹായാവസ്ഥ കണ്ടിട്ട് അവസാനം പുള്ളിയുടെ തുണി വരെ വലിച്ചൂരിയിട്ടും ഈ മനുഷ്യൻ ക്ഷമിച്ചവിടെ നിൽക്കുകയാണ്. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ചിരിയേക്കാൾ കൂടുതൽ സഹതാപം തോന്നി ഈ മനുഷ്യനോട്. ഒറ്റ കാര്യം പറയാനുള്ളൂ, ഈ കൗണ്ടറുകൾ വേണമെന്നില്ല, ഇതിനെന്ന് തെളിയിച്ചു നിങ്ങൾ. എൻ്റെ ക്ലൈമാക്സ് എല്ലാം ഗംഭീരമായിട്ടുണ്ട്. ഇനി പ്രത്യേകിച്ച് എന്നെ പറ്റിയൊന്നും പറയാനില്ല. ഓൾ ദ ബെസ്റ്റ് കേട്ടോ. താങ്ക് യു. അപ്പോൾ മാർക്സ് കൊടുക്കാം വഴക്കാളിക്ക്. അതെ, ആരാണ് ആദ്യം? ഞാൻ മാർക്ക് കൊടുക്കാം. പക്ഷേ ഈ തുടക്കത്തിൽ ഒരു ചെറിയ ഒരു സ്ലോ ആ ഒരു ഭാഗം നിങ്ങൾ വഴക്കാളിയല്ല എന്ന് പറഞ്ഞത് ഒരു 10% 15% വേണമെങ്കിൽ കുറക്കാമായിരുന്നു. അവസാനം താനാണ് ഏറ്റവും വലിയ വഴക്കാളി എന്ന് പറയുന്നതാണ് ഇതിൻ്റെ ശരിക്കും പറഞ്ഞാൽ പഞ്ച്. അങ്ങനെ തുടക്കം വിട്ടുപോയി. അവസാനം തുടക്കത്തിൻ്റെ കഥ വിട്ടിട്ട് നിങ്ങൾ വേറെയിലോട്ട് പോയി. ക്ലൈമാക്സ് ക്ലൈമാക്സിൽ അതായിരുന്നു പറയുന്നത്. എന്ത് അതായിരുന്നു പറയാൻ മറന്നുപോയി. അതല്ലേ ഞാൻ പറഞ്ഞത്. ജലജ പറഞ്ഞതും രാജി പറഞ്ഞതും കറക്റ്റാ. നീ ഈ ലോകത്തിലെ ഏറ്റവും വലിയ വടക്കാളി. അതാണ് വേണ്ടത്. അതാണ് വേണ്ടത്. അപ്പൊ ആ ഒരു ക്ലൈമാക്സ് വന്നിരുന്നെങ്കിൽ ആ തുടക്കവും ഇതുമായിട്ട് സിങ്ക് ആയേനെ. ഇത് തുടക്കത്തെ വേറെ കഥയായി പോയി, ആഫ്റ്റർ വേറെ കഥയായി പോയി. അപ്പോൾ ഓക്കെ, അത് തന്നെ നിങ്ങൾ പറഞ്ഞത് തന്നെ ഞാനും പറയാനുള്ളത്. അതും കൂടെ വന്നിരുന്നെങ്കിൽ കുറച്ചുകൂടെ മാർക്ക് കൂടുതൽ കിട്ടിയെന്നെ. അതിൻ്റെ ഒരു വ്യത്യാസമുണ്ട്. ഏതായാലും ഞാൻ ഒരു 20,000 തുടങ്ങുന്നു. 20,000 രൂപ. ഓക്കെ. ബിജുക്കോട്ടൻ ചേട്ടാ? ഞാൻ ഒരു 18,000 കൊടുക്കാം. 38,000 രൂപയായിട്ടുണ്ട്. നസീർക്ക് അയച്ചോ? ബാക്കി ഇതാ ടോട്ടൽ 70,000 രൂപ. നല്ല എമൗണ്ടാണ്. അപ്പൊ ഉഷാറായിട്ടുമായിട്ട് അടുത്തതിൽ കാണാം. ഒട്ടും മഴക്കാളിയല്ല കേട്ടോ. ശരി, മുണ്ടിന് പറഞ്ഞ ഒന്നുമില്ല. ദുബായിൽ പുലികൾ ഇറങ്ങുന്നു. തേക്കിൻ കാർഡും ഫ്ലവേഴ്സും ചേർന്നൊരുക്കുന്നു താരമേളവും സംഗീതമേളയും ആരവം നിറയ്ക്കുന്ന കാർണിവൽ രാത്രി. സിനിമയിലെയും രാഷ്ട്രീയത്തിലെയും സൂപ്പർ സ്റ്റാർ സുരേഷ് ഗോപി ലോകയിലൂടെ ചന്ദ്രയായി അവതരിച്ച കല്യാണി പ്രിയദർശൻ, ത്രസിപ്പിക്കുന്ന പാട്ടിന്റെ മിന്നലോളവുമായി സ്റ്റീഫൻ ദേവസി, ഹരിചരൺ, ഹനാൻ ഷാ, അനില രാജി. കേരള പിറവി ദിനത്തോടനുബന്ധിച്ച് പെരുന്നാളിന്റെ നിറപ്പൊലിമയും ബാൻഡ് സെറ്റിന്റെ ആവേശതാളം. തേക്കിൻ കാർഡ് കാർണിവൽ 2025 നവംബർ 2 ദുബായ് എറ്റിസലാറ്റ് അക്കാദമി. ഫ്ലവേഴ്സ് കോമഡിയിൽ ഐറ്റം അടുത്ത സ്കിറ്റ് റെഡി. എടുക്കട്ടെ? നമ്മുടെ രാജ് പാലോടുണ്ട്, അമലുണ്ട്, കൂടെ സെൽവൻ. ഒരു നല്ല കൈ. അയ്യോ ദൈവമേ, ദൈവമേ, നിനക്ക് നന്ദി, നിനക്ക് 1000 നന്ദി. ഞാൻ ആഗ്രഹിച്ചതുപോലെ വീണ്ടും ഒരു ആൺകുഞ്ഞിനെ തന്നെ എനിക്ക് തന്നല്ലോ ദൈവമേ. എന്റെ ചോറ്റുപത്രം എടുത്ത് കൈ വെച്ചിട്ട് ആൺകുഞ്ഞെന്ന് നിങ്ങൾ ചോറ്റുപത്രം എടുത്തോ? പിന്നെ അല്ലാതെ ആൺകുഞ്ഞെന്ന് പറഞ്ഞാൽ എന്റെ ചോറ്റുപത്രം എടുത്തു. അത് എന്താണെന്നറിയാമണ്ണ, ഞാൻ ഈ കുറച്ച് ദിവസമായിട്ട് ഇവിടെ ഇരുന്ന് ഉറക്കളൊക്കെയല്ലേ.
അപ്പൊ എനിക്കാണെങ്കിൽ എന്റെ റിലേ കട്ടായി പോയി. അതുകൊണ്ട് പെട്ടെന്ന് പാത്രം ചാടിക്കരി എടുത്തതാണ്. അതിന് ഇന്ന് ദീപാവലി ദിവസമുണ്ട്. ദീപാവലി ദിവസമായിട്ട് എല്ലാരും ഇങ്ങനെ സന്തോഷിച്ചിരിക്കുമ്പോൾ നമ്മൾ ഇവിടെ വന്നിരിക്കണം ആലോചിക്കും. എനിക്കാണെങ്കിൽ ടെൻഷൻ. അവളെ അകത്ത് ഒറ്റയ്ക്കല്ലേ, ടെൻഷൻ ഭയങ്കര. ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. എന്ത്? നമ്മളിത് നിസ്സാര കേസല്ലേ. ഞാനും ദീപാവലിയായിട്ടൊരു ബന്ധമുണ്ട്. എന്താ ബന്ധം? ബന്ധം എന്ന് പറയുമ്പോൾ എന്റെ മക്കളെല്ലാം ജനിച്ചേക്കുന്ന ദീപാവലി ദിവസമാണ്. 2023 എന്റെ ഭാര്യ ദീപാവലി ദിവസം ആദ്യമായിട്ട് പ്രസവിച്ച് ഇരട്ട കുട്ടികൾ ആണല്ലേ. അതിൽ ഒരുത്തന് ഞാൻ ദീപ്തൻ എന്നും ഒരുത്തന് ദീപൻ എന്നും പേരിട്ട്. ദീപ്തന? ഓ, അതെന്താ പേര്? അതായത് ഞാൻ വെടിക്കെട്ടുകാരനല്ലേ, പടക്കത്തിന്റെ ബിസിനസ് ആണ്. അപ്പൊ ദീപാവലിയായിട്ടൊരു ബന്ധം വേണം. അങ്ങനെ എന്തിട്ട് ദീപ്തൻ. അതേശേഷം 2024 ദീപാവലിക്ക് എനിക്ക് ടെൻഷനാ അവളെ ഒറ്റയ്ക്ക്. ഞാൻ ഒന്നും പറയട്ടെ സുഹൃത്തെ, 2024 ഇതേ ദീപാവലിക്ക് രണ്ടാമത്തെ കുഞ്ഞുണ്ടായി. അവന് ഞാൻ ലൈറ്റ് ബാബു എന്ന് പേരിട്ട്. ലൈറ്റ് ബാബു? വെടിക്കെട്ടുകാരനല്ലേ, ദീപാവലിയായിട്ടൊരു ബന്ധം വേണ്ടേ. അപ്പൊ ഈ മൂന്നാമത്തെ ദീപാവലിക്ക് ഇപ്പം കുഞ്ഞ് ജനിക്കാൻ നിൽക്കണമെങ്കിൽ ഞാൻ എന്തോന്ന് പേരിടും? തറച്ചക്രം ഇട്ടോട്. അതാകുമ്പോ ദീപാവലിയായിട്ട് അടുത്ത ബന്ധം കാണും. അതെന്തൊരു ടെൻഷൻ അടിച്ചിരിക്കുമ്പോ ബന്ധം. നിങ്ങൾ പറയുന്ന കേട്ട് ഞാൻ എന്റെ കൊച്ചിന് തറച്ചക്രം എന്ന് പേരിട്ടൊന്നിരിക്കട്ടെ. ക്ലാസ്സിൽ ചെല്ലുമ്പോഴത്തേക്കും സാറ് പറയും, രമേശ് സാർ, സുമേഷ് സാർ, തറച്ചക്രം എന്ന് പറയുമ്പോ ഈ ചെറുക്കൻ ചാടി വെച്ചിട്ട് നിൽക്കൂ. ഇവൻ പ്ലച്ച് നിൽക്കൂല്ലേ അവൻ. പിന്നെ ഇവൻ വളർന്ന് വലുതായി ആരെങ്കിലും ഒരു പണിക്ക് വിളിച്ചോണ്ട് പോവോ ഇവന്? അതെന്താ പണിക്കൊണ്ട് പോകാത്ത കാര്യം എന്തോ? തറച്ചക്രമല്ലേ, പണി സൈറ്റിൽ നിന്ന് കറങ്ങൂലേ അവൻ. ഇതൊക്കെ ഒരാൾ കളിയാക്കിയാലും മനസ്സിലാക്കാനുള്ള ഒരു ബുദ്ധി നിങ്ങൾക്കില്ലേ മനുഷ്യൻ? കളിയാക്കി തറച്ചക്രം ഒന്ന് ഏതെങ്കിലും കൊച്ചിന് പേരിടോ. എന്റെ കൊച്ചിന്റെ പേരൊക്കെ ഞാൻ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ എന്റെ ഭാര്യയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ട്. എന്താ? പ്രസവിക്കുന്ന സമയത്ത് ഗിത്താർ വായിക്കും? ഇല്ല, വീണ എടാ, അതല്ല ഞാൻ പറഞ്ഞത്. പിന്നെ എന്റെ ഭാര്യ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവള് ഭയങ്കര നാണമാണ് കേട്ടോ. നാണമെന്ന് പറഞ്ഞാൽ എന്റെ പിന്നെ വീട്ടില് പത്രക്കാരൻ വരും, ഇങ്ങത്താ മുഖത്ത് നോക്കൂല. പാലുകാരൻ വരും, ഇങ്ങത്താടെ. ഇങ്ങനെയാണ് ഇവിടെ സ്വഭാവം. എന്റെ മുഖം തന്നെ വല്ലപ്പോഴും ഒരിക്കലും അവള് നോക്കണത്. ആണല്ലേ? ഇത് എത്രാമത്താ? 4ാമത്തെ. അവക്ക് നാണമുണ്ട്, നിങ്ങൾക്കാണ് നാണോ മാനോ ഇല്ലാത്തത്. നിങ്ങളിങ്ങനെ പറഞ്ഞോണ്ട് നടക്കുന്ന കാര്യം എന്തോന്ന്? 4ാമത്തെ ചോദിച്ചോടനെ. ചേട്ടന് എത്ര മക്കള്? 3. ഈ 2 പേരില് നിവരില്ല. നിനക്കാണ് നാണോ ഇല്ലാത്തത്. വലിയ ഡയലോഗ് വിടുന്നത് വർക്ക് ഫ്രം ഹോം ആണല്ലേ. അതെങ്ങനെ മനസ്സിലായി? അല്ലെങ്കിൽ ഈ 5 കണക്ക് വരില്ലല്ലോ. അല്ല, ഈ നിങ്ങൾക്ക് വേറെ വരുമാന മാർഗം? എനിക്ക് ഈ ടച്ച് വെട്ട്. KSEB അല്ലല്ല, പിന്നെ നമ്മുടെ അവിടെ ഉള്ള പയ്യന്മാരൊക്കെ വിവറേജിൽ പോയി മദ്യം എടുത്തോന്ന് കഴിക്കുമല്ലോ ടച്ചിങ്സ് ആയിട്ട്. അപ്പൊ ഞാൻ ഈ ടച്ചിങ്സ് വെട്ടും. നല്ല ജോലി. അല്ല, അധികം അല്ലാതെ ശരീരം അനയും കൂടെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. പിന്നെ വേറൊരു കാര്യം, എന്താ? എന്റെ മക്കൾക്ക് ദൈവം ഒരു ഭാഗ്യം കൊടുത്തളിയാ. എന്താ ഭാഗ്യം? ഭാഗ്യം എന്ന് പറഞ്ഞാൽ എന്റെ 3 പിള്ളേർക്കും എന്റെ അതേ സൗന്ദര്യം കൊടുത്ത്. ഇപ്പൊ ഈ കൊച്ചിനെ തൊട്ടില് കിടത്തൂലേ? പിന്നെ അപ്പൊ ഈ വലതുവശത്തൊന്നും പോയി നിക്കല്ലേ കേട്ടാ. അതെന്ത്? പിഞ്ച് കൈക്കൊക്കെ അടി കിട്ടുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ല, ഞാൻ പറഞ്ഞതാണ്. അയ്യോ, അതൊക്കെ പോയി. ചേട്ടന്റെ വേറെ പരിപാടി എന്തോ? ചേട്ടൻ വേറെ പരിപാടി? വേറെ എനിക്ക് പരിപാടിയൊന്നുമില്ല. പിന്നെ ഈ അകത്തുനിന്ന് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞായിരുന്നോ? അകത്തുനിന്ന് നേരത്തെ ഒരു ചായയും 2 പരിപ്പോടേയും പറഞ്ഞു. അതാണോ ചോദിച്ചത്? നേഴ്സ് എന്തെങ്കിലും പറഞ്ഞോന്ന്? നേഴ്സിന്റെ അടുത്ത് വല്ലതും പറഞ്ഞാൽ എന്റെ സ്വഭാവം മാറി ഞാനും പറയും. നീ ചിലപ്പോ കണ്ണു തള്ളി കേട്ടോണ്ടിരിക്കും, ഞാൻ നിൽക്കൂല. നീ പോളെ. എന്റെ പൊന്നു വെപ്രാളി, ഡോക്ടർ എന്തെങ്കിലും പറഞ്ഞോന്ന്? ഡോക്ടർ രാവിലെ വന്നപ്പോ എന്റെ അടുത്ത് സീരിയസ് ആയിട്ടൊരു കാര്യം പറഞ്ഞു. എന്ത്? ഗുഡ് മോർണിംഗ് എന്ന് എന്റെ അടുത്ത് പറഞ്ഞില്ലേ. ഇത് ആരോട് പറയാൻ, ആര് കേൾക്കായി? ഹലോ, കൊച്ചുട്ടി ചായ. എനിക്കും വേണം ഒരു ഗ്ലാസ് കൊച്ചുട്ടി ചായ. നശിപ്പിക്കാൻ വേണ്ടി ഇരിക്കുവാണല്ലോ. കൊച്ചുട്ടി ചായ. രാത്രി ഞാൻ നമ്മുടെ നാട്ടിൽ ആശുപത്രി ചെന്നായിരുന്നേ. അവിടെ ചെന്നപ്പോ പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞാൽ കുഞ്ഞുമണി ഇവിടെ നോക്കുന്നില്ല, എത്രയും പെട്ടെന്ന് ടൗണിലേക്ക് കൊണ്ടുപോയിക്കോളാൻ പറഞ്ഞു. അപ്പൊ ഞാൻ കുഞ്ഞുമണി രാത്രി ഇങ്ങനെ ടൗണിലേക്ക് കയറി ഇവിടെ ഒരു ആശുപത്രി കയറി വന്നു. എന്റെ പൊന്നെ, ഇവിടുത്തെ കാര്യങ്ങളെന്ന് പറയാം നമ്മുടെ നാട്ടിലെ ആശുപത്രിയിലെ പോലെയല്ല. ഭയങ്കര പരിപാടി ഇവിടെ. അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാൻ പറ്റില്ല, എല്ലായിടത്തും ഇംഗ്ലീഷ് എഴുതി വെച്ചേക്കുവാ. ചേട്ടായിയേ, നല്ല മുണ്ടാണോ? കതർ കതർ. ആ, സഹായത്തിന് ആരെങ്കിലും വിളിക്കാനുണ്ടോ? ആരെങ്കിലും വിളിച്ചാൽ തന്നെ അങ്ങനെ ബുദ്ധിമുട്ടിയാ നിൽക്കുന്നത്. അല്ലെ, നിങ്ങളിപ്പോ കട്ടപ്പനയിൽ കയറി വരേണ്ട കാര്യം എന്തൊരു കാശാവും പറഞ്ഞാ വരണ്ട, ഞാൻ നോക്കിക്കോളാം കേട്ടോ. വെച്ചോ പ്രാർത്ഥിക്കണം കേട്ടോ, പ്രാർത്ഥിക്കണം. ഞാൻ ലേബർ റൂം തപ്പിയെടുക്കട്ടെ കേട്ടോ. അയ്യോ ചേട്ടായിയേ, അല്ല, വേറെ ഇനി എന്റെ മുണ്ട് പോണേ പോയാലും കുഴപ്പമില്ല, ബാക്കിയുള്ളവരെ മുണ്ടെങ്കിൽ അതുപോലെ അല്ല, എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ കഴിഞ്ഞ് മതി, പതുക്കെ തന്നാൽ. അബദ്ധം പറ്റിയതാ ചേട്ടായി. നമുക്ക് അങ്ങനെയൊന്നും ചെയ്ത് കളയണ്ട മനുഷ്യൻ. ചേട്ടാ, ഞാനേ ഈ കൊറേ നേരമായിട്ട് ഈ ലേബർ റൂം തപ്പി നടക്കുമോ. എവിടെയാ ലേബർ റൂം?
ഇതല്ലേ ലേബർ റൂം? പിന്നെ അല്ല അവിടെ എന്തോ പുളിഞ്ചിക്ക് അച്ചാറിടുന്ന കട. അങ്ങോട്ട് ചെന്ന് ചോദിക്കാതെ എഴുതി വെച്ചേക്കുന്ന കണ്ടില്ലേ? ഇത് ലേബർ റൂമാണ്. അവസാനം കണ്ടുപിടിച്ച് എന്റെ കുഞ്ഞുമണി ഇതിനകത്തുണ്ട്. അതെങ്ങനെ? കുഞ്ഞുമണി എന്റെ ഭാര്യയാണ്. അപ്പൊ ഓക്കെ. ഞാൻ അങ്ങ് ഇടുക്കിന്ന് വരുവാ. ഞാര് മഞ്ഞച്ചേര് എന്നത്? ഇടിക്കുന്ന ഇറങ്ങി വരെ. അയ്യോ, ഇടുക്കിന്ന് ഇറങ്ങി വരുവാന്നല്ല പറഞ്ഞേ, ഇടുക്കിന്ന് വരുവാന്ന്. ചേട്ടാ, ഞങ്ങൾ ഇടുക്കിക്കാരുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്നാന്നറിയോ ചേട്ടേ? ഞങ്ങൾ വർത്താനം പറയും. പിന്നെ ബാക്കിയുള്ള ജില്ലക്കാരെല്ലാം പേപ്പറിൽ എഴുതിയിട്ട് ചുരുട്ടി എറിയുവാണ്. എല്ലാവരും വർത്താനം പറയൂലേ? അതല്ലേ ചേട്ടാ പറഞ്ഞത്. പിന്നെ? ഇപ്പൊ എന്റെ വീട് തന്നെ ആലോചിച്ച് നോക്കൊണ്ടൊരു മലയുടെ മേളില. അയ്യോ, അതിന് താഴെ ഞങ്ങളുടെ അയൽവക്കത്തിന്റെ വീട്. ഞങ്ങൾ ഞാൻ പറയാനൊന്നും പറ്റുമോ? അപ്പൊ ഞങ്ങൾ കാരണം ഉണ്ടാക്കി വർത്താനം പറയും. ഇനി ഒന്നും ഇല്ലെങ്കിൽ ഞങ്ങൾ ഉണ്ടാക്കി വർത്താനം പറയും. ഉണ്ടാക്കിയ വർത്താനം നീ പറഞ്ഞോണ്ടിരിക്കുന്നത് ഇവിടെ ഒന്ന് പറയാൻ പറ്റിയ വർത്താനല്ല നീ പറയും. എനിക്ക് അയാൾ ഇഷ്ടപ്പെട്ടില്ല കേട്ടോ ചേട്ടാ. ഈ കുഞ്ഞുമണി ഞാനും തമ്മിൽ എങ്ങനെ ഇഷ്ടത്തിലായിരുന്നു ചേട്ടാ? അയ്യോ, അത് വലിയ കഥ ചേട്ടാ, അത് കേൾക്കണം. അടിയന്തരാവസ്ഥ കാലത്താണ് ഞാനും കുഞ്ഞുമണി തമ്മിൽ ഇഷ്ടത്തിലാവണത്. കൊള്ളാം. ഗാന്ധിജിയുടെ കാര്യത്തിൽ കല്യാണം കഴിച്ചിട്ട് ഇപ്പാണ് കൊച്ചുണ്ടായത്. നിങ്ങൾ നാട്ടും പുറത്തുള്ളവർക്കാണ് അടിയന്തരാവസ്ഥ, ഗാന്ധിജിയുടെ കാലം. പിന്നെ ഞങ്ങൾ ഇടുക്കിക്കാർക്ക് അങ്ങനെയല്ല. അല്ല, മഴ പെയ്യും ചേട്ടായി. മഴ എന്ന് പറഞ്ഞാൽ ചെറിയ മഴ വല്ലതുമാണോ? കല്ല് വാരി എറിയണ മാർത്ത് മഴയല്ലേ? ഇങ്ങനെ കല്ല് വാരി മഴ എറിയുമ്പോ ഇതിങ്ങനെ മലയുടെ മുകളിൽ ഇങ്ങനെ വെള്ളം കൂടി നിൽക്കും. ആ കൂടി നിൽക്കുന്ന സമയത്ത് ഒരു തവണ ഞാനും എൻ്റെ അമ്മച്ചി കപ്പയും മുളകും കൂട്ടി തിന്നോണ്ടിരിക്കുമ്പോ എന്റെ ചേട്ടായിയെ വലിയൊരു പാറക്കല്ലൂരുണ്ട് എന്റെ തോളയിൽ വീണ്. ഞാനും എൻ്റെ അമ്മ കാന്താരി മുളക് കപ്പയും കുറിച്ചിരിക്കുമ്പോ എന്റെ ചേട്ടായിയെ വലിയൊരു പാറക്കല്ല് വന്ന് എന്റെ തോളയിൽ വീണ്. സംഭവം പുള്ളി കിട്ടിയില്ല. ഞാനും എൻ്റെ അമ്മയെ കപ്പയും മുളകും കഴിച്ചോണ്ടിരിക്കുമ്പോ ചേട്ടായിയെ വലിയൊരു പാറക്കല്ല് വന്ന് തോളയിൽ. ഞാനും എൻ്റെ അമ്മയും കപ്പയും കാന്താരിയും കഴിച്ചോണ്ടിരിക്കുമ്പോ എന്റെ ചേട്ടായിയെ വലിയൊരു പാറക്കല്ല് വീണ് എന്റെ തലയിൽ വീണ്. ഒന്ന് മൂളുമെങ്കിലും ചെയ്തോളൂ കേട്ടാ, ഇല്ലെങ്കിൽ ആ കല്ലിരുന്ന് തോള് പൊട്ടും. ആരെങ്കിലും മൂളുമെങ്കിലും ചെയ്തോളൂ. പുള്ളി വർത്താനം പറയാത്തവരോട് വേണ്ടിട്ട് എനിക്ക് തന്നെ കേട്ടാൻ. അല്ല, നിങ്ങൾ തന്നെ ഇവിടെ ഇരിക്കുന്നത്? ഞാനോ ഇവിടെ അകത്ത് പോപ്കോൺ പൊരിച്ചു കൊടുക്കരുത്. ഇത് പ്രസവമായിട്ടെന്ന് അറിഞ്ഞൂടെ? അപ്പൊ പോപ്കോണൊക്കെ ഇവിടെ പൊരിച്ചു തുടങ്ങിയോ? എവിടെ? എന്റെ അമ്മ എന്നെ പ്രസവിക്കുന്ന സമയത്ത് പാലും മുട്ടയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതൊക്കെ ഒരു വിധിയായിട്ട് കണക്കാക്കടാ. നിക്ക്. ഹലോ, സന്തോഷേ സനൂപേ, ഒന്നും നോക്കണ്ട. ഞാൻ കറക്റ്റ് സമയം വിളിച്ച് പറയും. ആ സമയത്ത് പടക്കം പൊട്ടിച്ചോണം. പടക്കോ? ഇവിടെ ഒച്ച കേൾക്കുന്ന പടക്കോ? ഒച്ച കേൾക്കുന്ന പടക്കോ? അല്ലല്ല, എന്റെ പടക്കം പ്രച്ചന്നെ വേഷം ചെയ്യും. എടാ, പടക്കം പിന്നെ ഒച്ച കേൾക്കാതെ പിന്നെ ഈ ആശുപത്രി പൊട്ടിക്കുന്നു. ആശുപത്രിയുടെ ഫ്രണ്ടിൽ എന്റെ കൊച്ചു ജനിക്കുമല്ലോ. ഈ ജനിക്കുന്ന സമയത്ത് ഈ കൊച്ചിന്റെ പേര് ഞാൻ അമ്മമാർക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഈ പടക്കം അങ്ങ് പൊട്ടിക്കും. ഈ പടക്കം പൊട്ടി ആകാശത്തിന്റെ കൊച്ചിന്റെ പേരിങ്ങനെ എഴുതി കാണിക്കും. അതെന്നാ ചെറ്റ പരിപാടിയാ ചേട്ടായി. നമ്മൾ ഈ ആശുപത്രിയിൽ എങ്ങനെയുള്ളവരൊക്കെ വന്ന് കയറിയേക്കുന്നത്? പിന്നെ ദുരിതവും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ വന്ന് കയറി. അത് ഇടുക്കി പറഞ്ഞ കറക്റ്റ് കാര്യമാണ്. നമ്മൾ ഓരോരുത്തരും വയ്യാതെ അസുഖങ്ങളുമായിട്ട് കിടക്കുമ്പോ ഇവിടെ കൊച്ചിന്റെ പേരെഴുതി കാണിക്കാന്ന് വെച്ചാൽ കമ്പത്തിലൊക്കെ അതൊക്കെ മോശമല്ലേ? അത്ര ആൾക്കാർ അകത്ത് കിടക്കുക. ഇത് ആൾക്കാർക്ക് കാണാവുന്ന രീതിയിൽ വരാന്തയിലിട്ട് പൊട്ടിക്കുക. എല്ലാവർക്കും കാണുകയും ചെയ്യാം. ഈ ദുരിതം നമ്മുടെ 2 മിനിറ്റത്തേക്ക് മറക്കില്ലേ ചേട്ടായി? അപ്പൊ വരാന്തയിട്ട് പൊട്ടിക്കല്ലേ? പേരൊക്കെ എഴുതി വരുന്ന സംഭവം ഞാൻ ആദ്യമായിട്ട് കേൾക്കോട്ടോ ചേട്ടായി. അവിടെ ഇതൊന്നുമില്ല. അത് ഞാനും കണ്ടിട്ടില്ല. ഇപ്പൊ ഈ പുള്ളി പറഞ്ഞപ്പോഴാണ് ഞാനും കേൾക്കുന്നത്. കേരളത്തിൽ ആദ്യമായിട്ട് പേരെഴുതി കാണിക്കുന്ന പടക്കം ഉണ്ടാക്കിയത് എന്റെ അച്ഛനാണ്. ആണോ ചേട്ടായി? പടക്കത്തിന്റെ പരിപാടി ആയതുകൊണ്ടൊക്കെ ചോദിക്കുക. എനിക്ക് ഇച്ചിരി പടക്കം തരാമോ? വീട്ടിൽ പോയി പൊട്ടിക്കാനാ. എനിക്ക് ഹോൾസെയിൽ കച്ചവടമല്ലേ. ആണോ? എനിക്ക് എത്ര പടക്കം വേണം? നമുക്ക് ഈ വലിയ മറ്റേ സത്യം പറഞ്ഞാലേ ഈ പടക്കത്തിന്റെ ഒന്നും പൈസ മുടക്കരുത്. അതിനായിട്ട് അങ്ങനെ പിന്നെ ആവശ്യമില്ല, നമ്മൾ മുടക്കേണ്ട കാര്യമില്ല. നമ്മൾ ആ പൈസ കൊടുത്ത് ഒരാൾക്ക് ഒരു ഭക്ഷണം മേടിച്ചു കൊടുക്കും. നല്ലതാ. നമ്മൾ എന്തിനാ ആവശ്യമില്ല, പൊട്ടിച്ച് കളയല്ലേ പൈസ. അല്ല, അതെന്നാ എനിക്ക് ചേട്ടായി പറഞ്ഞതിനോട് എതിരഭിപ്രായം. വിരിഞ്ഞു വീഴുമ്പോ നമുക്കൊരു ഇത് ചിരി വരില്ലേ ചേട്ടായി? ഒരു സന്തോഷം. അത് ഭയങ്കര. അല്ല, എത്ര സന്തോഷം വരും. എനിക്ക് അതിനോടൊന്നും താല്പര്യമില്ല. അതിനെക്കാട്ടി നമ്മൾ എന്തെങ്കിലും ഒരു ചാറ്റി ആർക്കെങ്കിലും ഒരു നേരത്തെ ആഹാരം മേടിച്ചു കൊടുത്താൽ അതാണ് നല്ലത്. ഈ പൊട്ടി വിരിയുന്നൊക്കെ കാണാൻ എന്തോ ഇത്ര വലിയ സംഭവം. കൊട വരുമെന്ന് തോന്നുന്നുണ്ട്. എനിക്ക് തീരെ താല്പര്യമില്ലല്ലേ? അല്ല, ഞാൻ പറഞ്ഞ പൊട്ടിയപ്പോഴേ കൊട വരുമെന്നുള്ളത് നോക്കിയാ ഒറ്റപ്പിള്ളേർ ഇതിനേക്കാളും കഷ്ടമുണ്ടല്ലോ. എനിക്ക് ഈ പുള്ളിയുടെ ബിസിനസിന്റെ കാര്യം പറഞ്ഞപ്പോഴാ എനിക്ക് അങ്ങ് മൂന്നാറിലെ തേയിലത്തോട്ടത്തിന്റെ പരിപാടി. 40 ഏക്കർ തേയിലത്തോട്ടം. 40 ഏക്കറാ? വിളിച്ചു നോക്കടാ. അത് മിക്കവാറും 4 സെന്റായ കരിഞ്ഞാണ്. എരിഞ്ഞ് പുള്ളി എരിഞ്ഞാണ്ടോ 40 ഏക്കറാ. കത്തിക്കാണോ അത്? എനിക്കും എന്റെ ഭാര്യയ്ക്കും 4 സെന്റ് പുരയിടാനുള്ളത്. പക്ഷെ സമ്പത്തൊക്കെ ഉണ്ടാക്കുന്ന വലിയ സന്തോഷം തന്നെ. പക്ഷെ ഈ 4 സെന്റ് ആണെങ്കിലും ഞാനും എന്റെ ഭാര്യയും സുഖമായിട്ട് ജീവിക്കുന്നു, എന്റെ മക്കളുമായിട്ട്. അത് നല്ല കാര്യം. അവക്ക് ഞാനും എനിക്ക് അവളും. റിലാക്സേഷൻ. ഇന്നത്തെ കാലത്ത് ഇങ്ങനെയൊന്നുള്ള ഇങ്ങനെയുള്ളവരെ കിട്ടാനും ഭയങ്കര. പക്ഷെ ചേട്ടാ വേറൊരു കാര്യം ഉണ്ട് കേട്ടോ. എന്റെ ഈ 40 ഏക്കർ തേയിലക്ക് പ്രത്യേകതയുണ്ട്. ഇത് സാധാരണ തേയിലല്ലേ. ഈ തേയില
അതെന്താ? അത് അവിടെ നിന്ന് കളഞ്ഞു. 40 ഏക്കർ തേയിലയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ട്. ഇത് സാധാരണ തേയിലല്ല ഈ തേയില. അതെന്താ താനെ ചാടി ഈ ചായപാത്രത്തിൽ ഇരിക്കോ തേയില? അതാണ് അത് പറയുന്നത്. ഞാൻ പറയണ്ടല്ല, അവിടെ പറയണ്ടായിരുന്നു. അതല്ല ഞാൻ പറഞ്ഞത്. 40 ഏക്കർ തേയിലത്തോട്ടത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കിളിന്ന് നുള്ളാൻ വേണ്ടി വന്നെന്ന് പറയും കൊടകിന്നുള്ള സുന്ദരികളാ. സുന്ദരികളാ? പൊന്നു ചേട്ടായിയേ, നിങ്ങളൊന്ന് കാണണം. ചേട്ടായി കവിളെന്ന് പറഞ്ഞോണ്ടല്ലോ ഈ മറ്റേ തക്കാളി കണക്കിരിക്കും. ചുണ്ടെന്ന് പറഞ്ഞോണ്ടല്ലോ ഈ ചുമന്ന മുളക് കണക്കിരിക്കും ചേട്ടായി. എന്നിട്ട് ഇത്രയും വലിയ മുടിയൊക്കെ ആയിട്ട് രാവിലെ ഈ കൊട്ടയൊക്കെ വെച്ച് ഇങ്ങനെ സുന്ദരികളെ പോലെ ഇങ്ങനെ നടന്നു. നിങ്ങളെന്താ പറഞ്ഞ കുടുംബം നോക്കുന്ന കുട്ടികളെ ഏറ്റവും വലിയ ജീവിതം അതാണെന്ന് പറഞ്ഞിട്ട് ഇതെന്തോ കിടന്ന് എഴയുന്നത്? ഇടയ്ക്കിടയ്ക്ക് ഞാൻ വഴി തെറ്റും. നിങ്ങൾ വേണം ഉപദേശിച്ച് ശരിയാക്കാൻ. എനിക്ക് ആവശ്യമില്ല. ഒരു സുജയുടെ ഭർത്താവുണ്ടോ? ഭർത്താവുള്ളതുകൊണ്ടല്ലേ ഇവിടെ ഇത്രയും കെട്ടിയിട്ടേക്കണ ആൾക്കാരൊക്കെ ഇതിനകത്ത് കിടക്കുന്ന. ഭർത്താവ് ഉണ്ടെങ്കിൽ പറയണം, കൊച്ചിനെ നേഴ്സറി കൊണ്ടുപോയി ആക്കാനാ. അതെന്ത് പരിപാടിയാ ചേട്ടായി? അതെന്ത് പരിപാടി? ആ സുജയുടെ ഭർത്താവ് എന്ന് പറഞ്ഞാൽ പാവപ്പെട്ടവനായിരിക്കും. അവനൊരു ചായ കുടിക്കാൻ പോയതായിരിക്കും. ഇവരാരെ നേഴ്സറി കൊണ്ടാക്കാൻ വേണ്ടിയിട്ട്? അല്ലെങ്കിൽ നേഴ്സറി കൊണ്ടാക്കണം ഇങ്ങനെയാണോ? വിജയദശമി ദിവസത്തിലെ അരിയിലെ പേടിച്ചിട്ട് വേണ്ട ചേട്ടായി നേഴ്സറി കൊണ്ടാക്കാൻ വേണ്ടി? ഇത് ചോദിക്കണ്ടേ? സാധാരണക്കാർക്ക് ഇവിടെ വിലയില്ലെന്ന് പറഞ്ഞാൽ ഇത് ചോദിക്കണ്ടേ കേസാ? ഞാൻ പോയി ചോദിച്ചിട്ട് വരാം. നേഴ്സറിയെ നാളെ എന്റെ കൊച്ചിനെ കൊണ്ട് ഇവര് കോളേജിലാക്കിയാലോ? അത് ശരിയായിട്ടുള്ള പരിപാടിയല്ലോ. സുജയുടെ ഭർത്താവില്ലേ, ഞാൻ വരാം അങ്ങോട്ട്. ഈ നഴ്സറി എന്ന് പറഞ്ഞാലേ ഈ പിള്ളേരെ ആശുപത്രി സൂക്ഷിക്കുന്ന ഒരു സ്ഥലമില്ലേ? അതെ 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 അതെ, വളരെ കെയർ ആയിട്ട് സൂക്ഷിക്കുന്ന ഒരു സ്ഥലം. നിങ്ങൾക്ക് അറിയാമെങ്കിൽ പിന്നെ പറഞ്ഞു കൊടുക്കാത്തത്? പോട്ട് ഗ്ലൗസ് ഇട്ടാ കൈ കൊണ്ടൊരെണ്ണം കിട്ടിയാൽ കഴിക്കോ? കിട്ടട്ടെ, എന്നാലേ പഠിക്കോളാം. എന്ത് ചെയ്യാൻ പറ്റും നമുക്ക്? നമ്മ പറയാനല്ലേ പറ്റൂ ഓരോരുത്തർ ഓരോ കാര്യങ്ങൾ. വരുന്നു രണ്ട് ടൈപ്പ് നേഴ്സറി ഉണ്ടല്ലേ? ഉണ്ടല്ലേ? പറഞ്ഞ് മനസ്സിലാക്കി തന്ന പാവുമ്പ ഒരു വൈദ്യനുണ്ട്. ഈ താടിയല് ചികിത്സയാണ് മെയിൻ. ഒന്ന് കാണണം, നല്ലതായിരിക്കും കേട്ടാ. കേട്ടായിരുന്നല്ലേ? എന്റെ പൊടി ചേട്ടാ, ഞാൻ അങ്ങനെ ആരും ശല്യം ചെയ്യാറില്ല. പിന്നെ എനിക്ക് ചേട്ടോട് വേറെ കാര്യം, ഡോക്ടർ മറിയോ? ഡോക്ടർ മറിയോ തീരുന്നെന്ന് എനിക്ക് അറിഞ്ഞൂടെ, അകത്തുനിന്ന് ചോദിക്കണം. അതല്ല പറഞ്ഞു, ഡോക്ടർ മറിയെന്നെ ചേട്ടായി കണ്ടോന്നു. എന്തിനാ? എന്റെ ആദ്യത്തെ കുഞ്ഞു എനിക്ക് പെങ്കുഞ്ഞായിരുന്നു. ആ പെങ്കുഞ്ഞുണ്ടായപ്പോ എന്റെ ഒരു ഷേപ്പും ഇല്ല. എന്റെ മൂക്കില്ല, എന്റെ ചെവിയില്ല, എന്റെ ചുണ്ടില്ല. അതുകൊണ്ട് എനിക്ക് ഡോക്ടർ മറിയോട് ഞാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, രണ്ടാമത്തെ കുഞ്ഞുണ്ടാകുമ്പോ, അതായത് ഇപ്പൊ ഒരു ആൺകുഞ്ഞുണ്ടാകുമ്പോ എന്റെ അതേ മൂക്ക് വേണം, എന്റെ അതേ ചുണ്ട് വേണം, എന്റെ അതേ ചെവി വേണം. ഇടുക്കി ഇനി വന്നേ, ആ ക്ലാസ്സിൽ കൂടെ അങ്ങോട്ട് നോക്കിയേ. അപ്പുറത്തേക്കുന്നില്ലേ, അതാണ് ഡോക്ടർ മറിയ. അല്ലാതെ കാനായി കുഞ്ഞിരാമനല്ല അവിടെ നിൽക്കുന്നത്. നിങ്ങൾക്ക് അതുപോലെ കൊത്തിത്തരാൻ വേണ്ടി കേട്ടോ. അത് മനസ്സിലാക്കണം. നിങ്ങൾ എങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ വാശി പിടിച്ചാൽ എങ്ങനെ? അതൊക്കെ ദൈവം തരുന്നതാണ്, ഓരോരുത്തർ രൂപവും ഭാവവും ഒക്കെ. ചായ കുടിച്ചാലോ? ചായ കുടിക്കാൻ ഇവിടെ എന്തോ ദീപാവലിയായിട്ട് എല്ലാം അടച്ചിട്ടേക്കല്ലേ? ഒരു കട പോലും തുറന്നിട്ടില്ലല്ലോ. അത് മാത്രമല്ല, ചായ ഭയങ്കര പ്രശ്നമാണ്. ചായ നമ്മുടെ ശരീരത്തിന് ഭയങ്കര ദ്രോഹമാണ്. തേയിലയിൽ തേയിൻ എന്ന് പറഞ്ഞൊരു രാസപദാർത്ഥം അടങ്ങിയിട്ടുണ്ട്. പിന്നെ ഈ രാസപദാർത്ഥം നമ്മുടെ നാഡീവ്യൂഹത്തെ ബാധിക്കും. കാപ്പിയിൽ കഫീൻ എന്ന് പറയും. നിങ്ങളിപ്പോ രാവിലെ ഒരു ചായ കുടിച്ചു നോക്കും, പിറ്റേന്ന് രാവിലെ ആകുമ്പോഴത്തേക്കോ അടുത്ത ചായ കുടിക്കാനുള്ള ഒരു ടെൻഡൻസി വരും തന്നെ. അത് ഉറപ്പായിട്ടുണ്ട്. അത് മാത്രമല്ല, ശീലമായി പോകും. നമ്മുടെ രക്തം, ശ്വേതരക്താണുക്കളും അരുണ രക്താണുക്കളും, ഈ ശ്വേതരക്താണുക്കളും അരുണ രക്താണുക്കളെയും ഇത് കൊല്ലും. പിന്നെ ഇത് ഇപ്പൊ കൊന്നെന്ന് ചോദിച്ചാ പോരെ? എന്നിട്ട് മാത്രമല്ല, ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ കണ്ണിനെ ബാധിക്കും. ചായ കുടിക്കും തോറും നമ്മുടെ കണ്ണിന്റെ ശേഷി കുറഞ്ഞു വന്നോണ്ടിരിക്കും. വേറെ ഗ്ലാസ് ഉണ്ടോ? ഇല്ലേ? ഒരു കവള് വരൂ. അപ്പൊ ഇത്രയും സൈഡ് ബ്ലാങ്ക് ആയി പോകൂലേ? അതല്ല, നിങ്ങൾ അവിടെ അല്ല, ഈ ചായ എന്നൊരു കവള് വരൂ. കുടിച്ചോട്ടെ. കുടിച്ചോ. ടേസ്റ്റ് ഉണ്ടോ ചേട്ടായി? അത്രയ്ക്കൊന്നുമില്ല. ചുമ്മാ കിട്ടറല്ലേ, കാണത്തില്ല. അയ്യോ സൂര്യ ഇവിടെ വല്ലതും ഉണ്ടോ? ഒരു വോയിസ് ഓവർ ഉണ്ട്. ശങ്കരനുണ്ടോ അവിടെ? ആരാ ശങ്കരൻ? ശങ്കരന് ഒരു ആൺകുഞ്ഞ് ജനിച്ചിട്ടുണ്ട്. ഒരാള് നോക്കാം. ശങ്കരാ എന്റെ പേരെങ്ങാനാ വിളിച്ചായിരുന്നെങ്കിൽ ഞാൻ പോയി എടുത്തോണ്ട് വന്നേനെ. ശങ്കരാ എന്റെ പേരെന്നാടു? എന്റെ പേര് ശങ്കരൻ. എടാ നനഞ്ഞ പടക്കം നിന്നെ വിളിച്ചോണ്ടിരിക്കുന്നത്. എന്നെ വിളിച്ചത്? അയ്യോ, എനിക്ക് ആൺകുഞ്ഞ് പറഞ്ഞ എന്റെ ദൈവമേ. കൺഗ്രാജുലേഷൻ. സനൂപേ, സന്തോഷം, ഒന്നും നോക്കണ്ട, പൊട്ടിച്ചോ. ചേട്ടായിയേ, ചേട്ടയുടെ കൊച്ചിന്റെ പേര് ചെള്ളാന്നാണോ? ചന്ദ്രോദയം പിള്ള എന്നുള്ള പേര് ചള്ളേന്താ പൊട്ടിച്ചു വിട്ടിരിക്കുന്നേ. അതിന് 1/2 മണിക്കൂർ തെളിഞ്ഞു നിൽക്കും ചേട്ടായി. അപ്പൊ ഇനി ഞാൻ എന്ത് ചെയ്യും? അടുത്ത ദീപാവലിക്ക് ചേട്ടാ ഇവിടെ വരുവാണെങ്കിൽ പുതിയൊരു പേര് സെറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. എന്നാ പിന്നെ ഹാപ്പി ദീപാവലി.
നല്ലൊരു കൈഡി, നല്ല സ്കിറ്റായിരുന്നു. നസീർക്ക കൊള്ളായിരുന്നു. കുഴപ്പമില്ലാത്തൊരു ത്രെഡാണ് എടുത്തത് നിങ്ങൾ. അത്യാവശ്യം കളിച്ച് കയറ്റാൻ ലേബർ റൂമിൻ്റെ മുമ്പിൽ ഇരിക്കുന്ന ഒരു പടക്ക നിർമ്മാണം ചെയ്യുന്ന ഒരാൾ അദ്ദേഹത്തിൻ്റെ ഭാര്യയെ പ്രസവിക്കുമ്പോൾ ആ കൊച്ചിൻ്റെ പേര് മേളിൽ എഴുതി കാണിക്കുന്ന ഒരു വെറൈറ്റി ഉണ്ട് അതിൽ. പിന്നെ സാധാരണ രണ്ട് ആൾക്കാർ, ഒരാൾ ഇടുക്കിയിൽ നിന്ന് വന്നതും ഒരാൾ സാധാരണ ആൾക്കാർ. നല്ല രസമുള്ളൊരു ത്രെഡായിരുന്നു. നിങ്ങൾ കളിച്ച് വന്നപ്പോൾ കുറേ സ്ഥലങ്ങളിലൊക്കെ സൈലൻ്റ് ആയിട്ട് ഫീൽ ചെയ്തു. കുറേ ഏരിയകൾ ഉള്ള കൗണ്ടറൊക്കെ നല്ല വൃത്തിയുള്ളായിരുന്നു. അതെല്ലാം കൂടെ ഒന്ന് അടുത്തിരുന്നെങ്കിൽ കുറച്ചുകൂടെ ഫാസ്റ്റായിട്ടൊക്കെ പോയിരുന്നെങ്കിൽ നല്ല രസം ഉണ്ടായിരുന്നു. ആ പ്രശ്നങ്ങളൊക്കെ ഉള്ളൂ. വേറെ പ്രത്യേകിച്ച് ഒരു കുറ്റം പറയാനുള്ള വലിയ പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല. ഈ പറഞ്ഞ മൈന്യൂട്ടായിട്ടുള്ള 1-2 കേസുകൾ മാത്രമേ ഉള്ളൂ. അടുത്ത പ്രാവശ്യം അതൊക്കെ ശ്രദ്ധിക്കുക. കാര്യം നമ്മൾ ഒരു സാധനം വലിയുന്നുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് എന്തെങ്കിലും ഉണ്ടായിട്ട് വലിയുകയാണെങ്കിൽ അതൊരു രസം ഉണ്ടാകും. ഇതില്ലാതെ നമ്മുടെ കയ്യിൽ നിന്ന് എന്തോ വിട്ടു പോയിട്ട് അത് പിടിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ലാഗ് പോലെയൊക്കെയാണ് ഫീൽ ചെയ്തത്. അതേ ഉള്ളൂ. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു ചേട്ടാ. നമ്മൾ ഈ ലേബർ റൂം നമ്മൾ ഒരുപാട് സ്കിറ്റുകൾ കണ്ടിട്ടുണ്ട്. നമ്മൾ സർക്കാർ ആശുപത്രിയിലും അതുപോലെ തന്നെ ഇതുപോലെ പ്രൈവറ്റ് ആശുപത്രിയിലൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷെ എന്തായാലും ഇതിനൊരു വെറൈറ്റി ഉണ്ടായിരുന്നു കേട്ടോ. സാധാരണ ലേബർ റൂമൊക്കെ ഒരാളായിരിക്കും മണ്ടനായിട്ട് വന്നതും അവരുടെ വൈഫ് പ്രസവിക്കുന്ന അയാളെ ചുറ്റിപ്പറ്റിയുള്ള മണ്ടത്തരങ്ങളൊക്കെയാണ് വരാറുള്ളത്. ഇത് 3 പേരും മണ്ടന്മാരാണ്ടാ. പിന്നെ ഓരോരുത്തരുടെ ക്യാരക്ടർ നന്നായിട്ട് പിടിച്ചു തരുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഇടുക്കിയിൽ നിന്ന് വന്ന ആൾ ഗ്രാൻഡ് ആയിരുന്നു കേട്ടോ. അത് ഒരു ശരിക്കും പറഞ്ഞാൽ ആ വേരിയേഷനും അങ്ങനെ കുറച്ച് ആൾക്കാരുണ്ട്. നമ്മളൊന്നും ഇല്ലെങ്കിലും മിണ്ടിയില്ലെങ്കിലും എന്തെങ്കിലും സംസാരിക്കുക. കല്ലിന്റെ സാധനമൊക്കെ പറഞ്ഞത് ഭയങ്കര രസമായിട്ടുണ്ട്. ഈ പറഞ്ഞ പോലെ നമുക്കറിയാൻ പറ്റുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അങ്ങനെ കുറെ സംസാരിക്കുമെന്ന് മാത്രമേ ഉള്ളൂ. ഭയങ്കര പാവങ്ങളായിരിക്കും. അത് കറക്റ്റായിട്ട് അമല് ചെയ്തിട്ടാ. അമല് നന്നായിട്ട് അഭിനയിച്ചത്. അതുപോലെ പാലോടിൻ്റെ കാര്യത്തിലും വെടിക്കെട്ടുകാരൻ്റെ ഒരു ചുമപ്പ് ഇതൊക്കെ വെച്ചിട്ട് കറുത്ത മുണ്ടൊക്കെ കൊടുത്ത് ആ ഒരു ലോജിക്ക് പിടിച്ചുകൊണ്ടുള്ള ഡ്രസ്സും നമ്മുടെ മേക്കപ്പൊക്കെ ആയിരുന്നു. എനിക്ക് തോന്നുന്നു ഇതിനകത്ത് നെൽസനും കൂടി ഇൻവോൾവ് ആയപ്പോൾ ഞങ്ങൾ കരുതിയത് സെൽവൻ നെൽസൺ സൈന്യത്തിന് ശേഷം ഞങ്ങൾ അവതരിപ്പിക്കുന്ന പുതിയ ഐറ്റം ഈ കോമ്പിനേഷൻ വിട്ടായിരുന്നേ പ്രശ്നമായി പോകും. കോമ്പിനേഷൻ വിട്ടോളൂ, അവന്റെ പേര് വിട്ടിട്ടില്ല. അല്ലല്ല, ഇതിങ്ങനെ അല്ലല്ലോ പറഞ്ഞത്. സെൽവന്റെ കാര്യം നെൽസനായി പോയി. സെൽവൻ കൂടി വന്നു കഴിഞ്ഞാൽ ഭയങ്കരമായിരിക്കുമല്ലോ. പക്ഷെ അത്ര അങ്ങോട്ട് പവർ വന്നില്ല. ഈ പറഞ്ഞ പോലെ നടുക്ക് എവിടെയോ കുറച്ച് വലിച്ചിൽ തോന്നുന്നു. നമ്മളവർ പ്രതീക്ഷിക്കാത്തൊരു കാര്യമാണ് ഒരു വലിച്ചിൽ നിങ്ങളിൽ നിന്ന് വന്നപ്പോൾ. അത് ഇല്ലാതെ അടുത്ത പ്രാവശ്യം നോക്കിയാൽ മതി. വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. എനിക്ക് ഇഷ്ടപ്പെട്ടു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു പ്രസാദ്. ഇതൊക്കെ തന്നെയാണ് പറയാനുള്ളത് കേട്ടോ. കാരണം ഈ ഹോസ്പിറ്റലിൽ വന്നിട്ടുണ്ട്, ഇതുപോലെ ഈ ലേബർ റൂം വന്നിട്ടുണ്ട്. പക്ഷേ സാധാരണ ലേബർ റൂം നമ്മൾ വരുമ്പോൾ ഈ ഡോക്ടർമാരുടെ പ്രശ്നവും നഴ്സുമാരുടെ പ്രശ്നവും അതുമായിട്ട് കണക്റ്റഡ് ആയിരിക്കും. ഇതിപ്പോൾ അവർ ഈ ഫ്രെയിമിൽ വന്നിട്ടേ ഇല്ല. കളി മുഴുവൻ പുറത്തുള്ള ആളുകളുടെ കളിയാണ്. അതാണ് ഇതിനകത്ത് മറ്റിൽ നിന്നും വ്യത്യസ്തമാക്കിയത്. നല്ല ഹ്യൂമർ ഉണ്ടായിരുന്നു. തുടക്കത്തിലൊരു 5-8 മിനിറ്റ് നല്ല വെടിച്ചില്ലൻ ഹ്യൂമറായിരുന്നു. ഞങ്ങൾ ശരിക്കും ചിരിച്ചു. പിന്നെ ഈ പറഞ്ഞ പോലെ ലാസ്റ്റത്തെ ഒരു 5 മിനിറ്റാണ് ഇത്തിരി സ്ലോ ആയി പോയത്. പിന്നെ അമലിൻ്റെ ആ ഒരു വിശദീകരണം ഉണ്ടല്ലോ, ഈ പാറ വന്ന് നിൽക്കുന്നത് വെക്കും. അപ്പോൾ അപ്പോഴുള്ള രാജേഷിൻ്റെ ആ ഒരു എന്താണ് കൂളായിട്ടുള്ള ഒരു മറുപടി ലൈഫായിട്ടാണ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾ ഗംഭീരമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഈ ഗംഭീരമായി ചെയ്തു എന്ന് പറഞ്ഞാൽ നമ്മുടെ സിനിമക്കൊക്കെ നല്ലതാണത്. പക്ഷെ നമ്മളെപ്പോഴും സ്റ്റേജ് പോലെ അത്രയും പവർ കയറ്റണ്ട ഇവിടെ. പക്ഷെ എന്നാലും കുറച്ചുകൂടി ഒന്ന് കയറ്റി കളിച്ചിരുന്നെങ്കിൽ പല കോമഡികളും കുറച്ചുകൂടെ പവർ കൂടിയേനെ. പിന്നെ 2023 ഒരു കുട്ടി, 24 കുട്ടി. അപ്പം പിന്നെ 25 ഇപ്പം ദീപാവലിയല്ലേ ഉള്ളൂ, പ്രസവിച്ചിട്ടില്ലല്ലോ. പിന്നെ 4 കുട്ടി എന്ന് പറയുന്നത് ഇരട്ടയും പിന്നെ 1, അപ്പം 3. നാലാമത്തെ കുട്ടി വന്നില്ലല്ലോ. അപ്പൊ എനിക്ക് 4 ലാസ്റ്റ് വന്നു കുട്ടി. പക്ഷെ അതിനു മുമ്പ് 4 കുട്ടികളെന്ന് പറഞ്ഞു. പ്രസാദേട്ടാ, അങ്ങനെ വന്നാല് മാർക്കിൽ അതിനെ ബാധിക്കുമോ? അത് നാലാമത്തെ കുട്ടി വരുമ്പോ ആ കുട്ടിക്ക് എന്ത് പേരിടും എന്നാണ് അതൊരു ചോദ്യം പ്രസാദേട്ടൻ ചോദിച്ചത്. മാർക്കിൽ പ്രശ്നം വരും. അത് പാളി. നിങ്ങൾ അടുത്ത ഗംഭീരമായിട്ട് വാന്ന് പറയേണ്ട കാര്യമില്ല. നിങ്ങൾ ഗംഭീരമായിട്ട് വരുന്ന നല്ല ഉറപ്പാണ്. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. അപ്പോ ആരാണ് ആദ്യം? ഞാനാണ് ആദ്യം. നസീർക്ക, ഞാനൊരു 12,000 രൂപ കൊടുക്കുക. 12,000 രൂപ. ബിജുക്കോട്ട ചേട്ടാ? ഞാനും കുറക്കണില്ല, 12,000 രൂപ. അപ്പൊ 24,000 രൂപ. അതിന്റെ നാലാമത്തെ ഒന്ന് കൺഫ്യൂഷൻ മാറ്റിയിട്ട് അതിനനുസരിച്ചുള്ള ഒരു മാർക്ക് ഒന്ന് കയറ്റി കൊടുക്കണം ഇവർക്ക്. ഓക്കെ, ടോട്ടൽ 55,000 രൂപ. നല്ല എമൗണ്ട് ആണ്. ഓക്കെ, അപ്പൊ കൊച്ചി ജനിച്ച സന്തോഷത്തിൽ ഞങ്ങളുടെ വക ഒരു ചെറിയ സമ്മാനം. നാലാമത്തെ എന്തായത്? ചെള്ള. അപ്പോ ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്ത് പോവാണ്. ചിരിച്ച് വയ്യാണ്ടായിരിക്കണോ? അതെ, ക്ഷീണമൊക്കെ മാറ്റി നന്നായിട്ട് കിടന്നുറങ്ങുക. നാളെ നമ്മൾ ഇതിലും നല്ല സ്കിറ്റുകൾ കാണാൻ വരും. പോട്ടെ.
ഓക്കെ, അപ്പൊ അടുത്ത എപ്പിസോഡിൽ കാണാം. അതുവരെ ദിസ് ഇസ് ബൈ ഫ്രം ജീവൻ, ബൈ ഫ്രം ഫ്ലവേഴ്സ് കോമഡി. ഇത് ഐറ്റം വേറെ. ഗുഡ് നൈറ്റ്.